السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو تقول علينا بعض الأقاويل لأخذناها منه باليمين ثم لقطعنا منه الوتين. الله إنما الدنيا كأهلام دائمي وما خير عيش لا يكون بدائمي. تأمل إذا ما نلت باللمس لذتا فأفنيتها هل لمت إلا كحالمي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ജ്യേഷ്ഠ സഹോദരൻ നിഷാദ് സലഫി, മറ്റു ബഹുമാന്യരായ കാരണന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളിലൂന്നി ഒരു ആക്ഷേപത്തിനും ഇടവെക്കാത്ത രീതികളിലൂടെ പ്രതിപക്ഷ ബഹുമാനത്തെ മുൻനിർത്തി തന്നെയായിരുന്നു കഴിഞ്ഞ സംസാരം നമ്മളിവിടെ നിർവഹിച്ചത്. ഇതുപോലെ സ്ക്രീന് വെച്ച് ഏതെങ്കിലും പ്രഭാഷണങ്ങളുടെ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ടായിരുന്നില്ല നമ്മുടെ സംസാരം. സ്വാഭാവികമായും കഴിഞ്ഞ 2-ാം തീയതി ഒരു മറുപടി എന്ന രീതിയിൽ ഒരു മറുപടി ഇവിടെ നടക്കുകയുണ്ടായി. ആ സംസാരത്തിലാവട്ടെ എല്ലാ നാടുകളിലും നടത്തുന്ന അതേ റെഡിമെയ്ഡ് പ്രസംഗം ഇവിടെയും കൊണ്ടുവന്ന് കാണിച്ചു. വളരെ ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് പറയുന്നത്, ഇവിടെ പ്രസംഗിച്ച ഉസ്താദിനെയോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയെയോ ആരെയും അപകീർത്തിപ്പെടുത്താനുള്ളൊരു സംസാരമല്ല. മറിച്ച് അവനവന്റെ ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ ഈ തെറ്റിദ്ധാരണകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തുറന്നു പറയാനാണ് ഈ പരിമിതമായ സമയം വിനിയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വാശിയും വൈരാഗ്യവും ഒന്നും നമ്മുടെ മുമ്പിലില്ല. നാളെ സിട്ടാവായ റബ്ബിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്നൊരു നാളുണ്ട്. അന്ന് മനുഷ്യന്റെ ഇവിടത്തെ സകലമാന ചെയ്തികളും കൊണ്ടുവന്ന് ഹാജരാക്കപ്പെടുന്ന ഒരു നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കണക്ക് പറഞ്ഞ് അതിലൊരു പരാജയം നേരിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരു അവസരമില്ല. അള്ളാഹിനോട് പറഞ്ഞു നോക്കുന്നുണ്ട് മനുഷ്യർ. 23-ാമത്തെയും സൂറത്ത് മുഅ്മിനൂൻ 99-100 ആയത്തുകളിലൂടെ റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരൂ നാഥ. പക്ഷെ അവരെ മടക്കി തരില്ല. അവിടെ അല്ലാഹു തആല പറയും, മലക്കുകളെ വേണ്ട, അവൻ വെറുതെ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവന്റെ പിന്നിലുള്ളതൊരു ബർസഖിന്റെ ജീവിതമാണ്, മറയുടെ ജീവിതമാണ്. ഇനി ഖബറാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു തആല മറുപടി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. കാരണം ഇതാ അവന്റെ ആയുസിന്റെ സമയം ഇങ്ങോട്ട് കടന്നു വന്നാൽ
ഒരു സമയം പോലും അല്ലാഹു തആല മാറ്റി തരൂല. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 61-ാമത്തെ വചനമാണ്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സമയം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. കത്തിയാടുന്ന നരകത്തിന്റെ കൺമുന്നിലൂടെ മനുഷ്യര് വന്നു നിൽക്കുന്ന നിമിഷങ്ങളിൽ വരെ അള്ളാഹുവിനോട് പറയൂലേ. സൂറത്ത് സജ്ദ 13, 14, 15 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിലോ, അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന രംഗമാണ്. അവർ റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ. അല്ലാഹുവേ, ഞങ്ങളെ കണ്ടു നാദാ, ഞങ്ങളെ കേട്ടുപോയി നാദാ. സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു നാദാ. കൊട്ടാരം കണക്ക തീപ്പുരകൾ പാറുന്നത് കണ്ടുപോയി അല്ലാ. നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയി നാദാ. വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടാസവും മലർച്ചയും ഞങ്ങൾ കേട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫർജിഅനാ, ഞങ്ങളെ ഒന്ന് മടക്കി തന്നിരുന്നെങ്കിൽ നഅമൽ സ്വാലിഹാ, നല്ലതുപോലെ ജീവിച്ചുകൊള്ളാ, നല്ലതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊള്ളാ. ഇന്നാ മൂഖിനൂൻ, ഞങ്ങളെ ദൃഢവിശ്വാസികളായി കൊള്ളാം റബ്ബേ, ഉറപ്പായുമല്ലാ. അല്ലാഹു തആല അവരോട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഫദൂഖൂ, നിങ്ങൾ അനുഭവിക്കടാ, നിങ്ങൾ ആസ്വദിക്കടാ. ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിന് നീ മറന്നതല്ലടാ. അള്ളാന്റെ മുമ്പിലൂടെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്ന നാളിനെ നീ മറന്നതല്ലടാ. അതുകൊണ്ട് നീ അനുഭവിക്കോ. ഇന്നാ നസീനാകും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാണ്. ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു നാള്, അവിടെ രക്ഷപ്പെടാൻ ഇവിടെ പലരും ഉസ്താദ് അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് പടച്ചോനെ, ആ ഉസ്താദ് പറഞ്ഞു ഇവരൊക്കെ IS ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഡൽഹിയിൽ നടന്ന BJP നടത്തിയ സൂഫി സമ്മേളനത്തിന്റെ അനന്തര ഫലമായിട്ടാണ് കേരളത്തിൽ സലഫികൾക്കെതിരെ ISISന്റെ പ്രചാരണം തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ആധികാരികമായ ചെറിയൊരു ബ്രീഫ് നോട്ട് ഇവിടെ ആമുഖ ഭാഷണത്തിൽ നിങ്ങൾ കേട്ടവരാണ്. എന്തിനാണ് സലഫികൾ ഇത്രയധികം പേടിക്കുന്നത്? ഒരു ചെറിയ ഈ സംസാരത്തിലൂടെ വന്ന ഒരു മാന്യമായ ഒരു വിലയിരുത്തൽ, അള്ളാന്റെ ഖുർആൻ ഉദ്ധരിച്ചിട്ടാണോ ഇവിടെ ദഅവത്ത് നടന്നേ? അതല്ല പ്രവാചകന്റെ ഹദീസുകൾ പറഞ്ഞിട്ടാണോ ഇവിടെ ദഅവത്ത് നടന്നത്? അതല്ല ഏതെങ്കിലും പ്രഭാഷകരുടെ ക്ലിപ്പിങ്ങുകൾ വെട്ടിമുറിച്ചിട്ടാണോ ഇവിടെ പ്രബോധനം നടന്നേ? സ്വാഭാവികമായും സമസ്തയെ കീറിമുറിക്കാനാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഭാഷണത്തിലെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടതല്ലേ, എണീക്ക് ജബ്ബാറെ, മരിച്ച ജബ്ബാറിനെ എഴുന്നേൽപ്പിച്ചു. അതിന്റെ തൊട്ടുപിറകെ എണീക്ക് സൈനബ കടന്നു വന്നു. പിന്നീട് കൊയിലാണ്ടിത്തെ രണ്ടാമത്തെ ഭാര്യനെ എണിപ്പിച്ച് മരിച്ചോടുത്തുനിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു, ഓരോ കാര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സുന്നത്ത് എന്താണെന്ന് വിശദീകരിച്ചു. അതിന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്ന വ്യാഖ്യാനം ഞാനിവിടെ പറഞ്ഞു. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴുള്ള തകരാറുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ 3 ഘട്ടങ്ങൾ നമ്മൾ വിശദീകരിച്ചു. മതത്തിൽ നിന്ന് വ്യവസായത്തിന്റെ മേഖലകൾ, അതിന് പ്രവാചകൻ പറഞ്ഞ തെളിവുകൾ നമ്മൾ പറഞ്ഞു. അതിലെ രണ്ടാമതായി സുന്നത്തുകൾ ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിലെ സുന്നത്തുകൾ ചോരുന്നതിന് ഹദീസുകൾ ഉദ്ധരിച്ച് ഇവിടെ നമ്മൾ തെളിവുകൾ നിരത്തി. മൂന്നാമതായി ബിദ്അത്തിലൂടെ ശിർക്ക് വരുന്ന മേഖലകൾ ഹദീസുകൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. അതിനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതും നമ്മൾ പറഞ്ഞു. ഇവിടെ ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തില്ലല്ലോ, എവിടെയും ബോംബിടാൻ ആഹ്വാനം ചെയ്തില്ലല്ലോ. ഈ ഉള്ളവന്റെ വേദിയിലേക്ക് വരെ അവിടുന്ന് മണ്ണെണ്ണയുടെ ബോംബ് ഉണ്ടാക്കിയിട്ട് എറിഞ്ഞ ആളുകൾ അവിടുത്തെ സമസ്തക്കാർ. അന്നൊരു പാവപ്പെട്ട പ്രായമുള്ള ആള്
കാലുകൊണ്ടതിൻ്റെ തിരി ചവിട്ടിക്കിടത്തുമ്പോൾ വരെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഭയം വന്നിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെയ്യുന്നവർ മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു സംസ്ഥയുടെ വേദിക്ക് ഒരു കടലമണി എറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് എത്ര കല്ലെറിഞ്ഞിട്ടുണ്ട്, എത്ര ബഹളമുണ്ടാക്കിയിട്ടുണ്ട്, എത്ര ആയുധമെടുത്ത് പ്രഹരിച്ചിട്ടുണ്ട്. ഒരു കൊലപാതകം നമ്മളുണ്ടോ നടത്തിയിട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വയനാടിന്റെ മണ്ണിലും സമസ്തക്കാരന് കഴുത്തെടുത്ത് കൊന്നതാര്? നമ്മൾ ആരെയും ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു അജണ്ടയുണ്ട്. ഇസ്ലാം തീവ്രവാദമാണെന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അവരെ തീവ്രവാദി ഇവരെ തീവ്രവാദി, അതിന് നമ്മളില്ല. ഇസ്ലാമിൽ തീവ്രവാദമേ ഇല്ല. ഇവിടെ ബലമായിട്ടുള്ള ഒരു ബലാത്കാരമുള്ള പ്രബോധനം ഒന്നും നടന്നിട്ടില്ലേ? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ച് പെർമിറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുള്ളൊരു സംസാരം മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞു വരുന്നു സലഫികളല്ല. സ്വഹാബത്തിന്റെ കാലഘട്ടം മുതലേ ദീന് വന്നൊരു നാടാണ് കേരളം. അന്ന് മുതലേ ഇന്ന് വരെയുള്ള ആചാരങ്ങൾ മാറ്റമുണ്ടാക്കിയവർ ഇവരാണ്. പറയുന്ന കേട്ട നമ്മൾ വിചാരിക്കും റസൂലുള്ളാന്റെ കാലഘട്ടം മുതലുള്ള ദീനാണ് സമസ്ത വെച്ച് പുലർത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ അവിടെ ചെറിയൊരു ടിപ്സ് തിരിച്ചു പറയട്ടെ നിങ്ങളോട്. ആ റസൂലുള്ള നാടാണ് മക്കയും മദീനയും സൗദി അറേബ്യ. അവിടെ നിങ്ങോട്ട് വന്നത് പോട്ടെ, ആ നാട്ടിലുള്ള സാഹചര്യം കേരളത്തിലുള്ള സാഹചര്യം തമ്മിൽ എന്താ വ്യത്യാസം? വലിയ ഭീമമായ വ്യത്യാസങ്ങളില്ലേ? ഇനി കേരളത്തിലെ സാഹചര്യങ്ങൾ എടുക്കാം. സ്വാഭാവികമായും തുഫത്തുൽ മുജാഹിദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളെ പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലെ ഇസ്ലാം കേരളത്തിലെത്തി എന്ന് പറയപ്പെടുന്നു. എന്നാൽ 1000 കൊല്ലത്തിന്റെ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇവിടെ ബ്ലാങ്കാണ്. എന്ത് നടന്നു എന്ന് ആർക്കും അറിയണില്ലേ? എവിടെയും രേഖകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഹിജറ 950 വർഷക്കാരനായ ഇബ്നു ഹദറുൽ ഹൈതമി മക്കയിൽ നിന്ന് കേരളത്തിന്റെ പൊന്നാനിയിൽ കടന്നു വരുന്നു. അവിടെയാണ് നോക്കണേ നിങ്ങള്. പിന്നീട് അവിടെ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മഖ്ദൂമി കുടുംബങ്ങളെ വഴി കുറച്ച് ആളുകൾ അവിടെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് പിന്നെ ചരിത്രങ്ങളിലൂടെ കാണുന്നതെങ്കിൽ അക്കാലഘട്ടങ്ങളിലാ ബോംബെയിൽ നിന്ന് ഷിയാ വിശ്വാസിയായ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആള് കൊണ്ടോട്ടിയിലൂടെ കടന്നു വരുന്നു. അന്ന് മുസ്ലിങ്ങള് 2 തട്ടായി മാറി. അന്ന് പൊന്നാനി കൈ കൊണ്ടോട്ടി കൈ, മുസ്ലിങ്ങള് 2 തട്ടാണ്. അന്ന് കൊണ്ടോട്ടിക്കാർ അവതരിപ്പിച്ച ഒരു ദീനുണ്ട് ഇവിടെ. അവര് പറഞ്ഞു മുഹമ്മദ് ഷാ അള്ളാന്റെ വലിയൻ. അന്ന് പാട്ട് പാടിയിട്ടാ ക്രോസ് ചെയ്തിരുന്നേ അല്ലേ? ഏതുപോലെ മുജാഹിദുകൾ കേരളത്തിൽ മദ്രസ തുടങ്ങിയപ്പോ എങ്ങനെ എതിർത്തത്? ഒരു കാലവും ലാ തജ്അലുൽ ബനീന മദ്രസബയിൻ യതഅല്ലമുന, മദ്രസയുടെ അവലിയിലെ മീമാ ജഹന്നമിന്റെ ആഖിറിയിലെ മീമാ. ഒരു കാലത്തും കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കാൻ പാടില്ല. കാരണം മദ്രസ എന്ന് എഴുതുമ്പോ അതിന്റെ ആദ്യത്തിൽ കാണുന്ന മീമ് ജഹന്നം എന്ന് എഴുതുമ്പോ അതിന്റെ അവസാനത്തിൽ കാണുന്ന മീമാ. ഉസ്താദ് നിൽക്ക, കുട്ടികൾ ഇരിക്കുക, അതബ് കേടാ. ബോർഡിന്റെ മേലെ ചോക്ക് കൊണ്ട് ഖുർആൻ എഴുതി ചോക്കുപടി താഴെ വീണ് ചവിട്ടുന്നത് ഹുർമത്ത് കേടാ. ഇത് പാട്ടും പാടി പ്രസംഗിച്ചു കേരളത്തിൽ. ഇതേപോലെ എന്തിനും പാട്ട് പാടുന്ന ആളുകൾ അന്ന് കൊണ്ടോട്ടിക്കാര് പാടി മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്കതാബില്ല. മുഹമ്മദ് ഷാ അല്ലാന്റെ വലിയ മുരീദന്മാർക്ക് അദാബില്ല. അന്ന് പൊന്നാനിക്കാരെ തിരിച്ചു പാടി മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർക്ക് അദാബുണ്ട്. പ്രിയമുള്ളവരെ, കേരളത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കേരളം കണ്ടത് എന്താ? മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായൊരു ദീൻ കേരളത്തിൽ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. രണ്ടും കൂടെ സമ്മിശ്രമായൊരു ദീൻ. അപ്പൊ എന്തായി? ഷിയാക്കറുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ സാക്ഷാൽ ഖുമൈനി പറഞ്ഞ തൗഹീദിന്റെ നിർവചനമാണ് ഇന്ന് സമസ്തയുടെ നിർവചനം. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലും ഷിയായിസങ്ങളും കുറച്ച് അഹ്ലുസുന്നയുടെ ആദർശങ്ങളും കുറച്ച് ഖവാരിജിയത്തിന്റെ ആദർശങ്ങളും കുറെ ബറൈലിവീസങ്ങളും എല്ലാം കൂടെ സമ്മിശ്രമായ ഒരു ദീൻ ഇങ്ങനെ കേരളത്തിൽ ആളുകൾക്കിടയിൽ യഥാർത്ഥമായ പ്രമാണങ്ങൾ അറിയില്ല, പഠിച്ചിട്ടില്ല.
ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഇവിടെ വലിയൊരു തട്ടിപ്പ് നടത്തി അന്ന് സഹാബത്തുള്ളത് മുതലുള്ള ദീനാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം തുടങ്ങുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ഇവിടെയുള്ള മുജാഹിദുകൾക്ക്, സലഫികൾക്ക് സ്വഹാബത്തിന്റെ പാരമ്പര്യമില്ല, സ്വഹാബത്തിന്റെ പാരമ്പര്യമില്ല. ഞാൻ പറയുന്നതല്ല, ഇവിടെ നടന്ന പ്രഭാഷണത്തിൽ നിന്നു തന്നെ നിങ്ങളൊന്ന് ശ്രവിച്ചുകൊള്ളുക. സത്യത്തിൽ കേരളത്തിലെ സലഫികൾ എവിടെയാണ് അവർക്ക് സ്വഹാബത്തിന്റെ പാരമ്പര്യം? സ്വഹാബത്തിന്റെ പാരമ്പര്യം എവിടെ? അത്തരം പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയവർ നെഞ്ചത്തൊന്ന് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. നിസ്കരിക്കുമ്പോഴല്ല നെഞ്ചത്ത് കൈവെക്കേണ്ടത്, നെഞ്ചിന്റെ താഴെയാണ്. ആലോചിക്കുന്നവരെ നെഞ്ചത്തൊന്ന് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിലാണുള്ളതെങ്കിൽ സ്വഹാബത്ത് പഠിപ്പിച്ചത് അറബിയിലുള്ള ഖുതുബയാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചത് ജുമുഅക്ക് 2 ബാങ്കാണ്. സ്വഹാബത്ത് പഠിപ്പിച്ച ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീ സാന്നിധ്യമല്ല, പരപുരുഷന്മാരോടൊത്ത്. പ്രിയമുള്ളവരെ, സ്വഹാബത്ത് പഠിപ്പിച്ച ദീനല്ല ബറിലുള്ള നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. നിസ്കരിക്കുമ്പോഴല്ല. നിങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഫത്ഹുൽ ബാരി, ബുഖാരിയുടെ ശർഹൻ, അതിന്റെ 3-ാമത്തെ വോള്യം 157-ാമത്തെ പേജ് മൊയിലേറൊന്ന് വായിച്ചു നോക്ക്. വായിൽ ഇബ്നു ഹുജറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിന്റെ മാനദണ്ഡത്തിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കാണോ മറുപടി പറയണേ? എന്തായാലും വിഷയ സംബന്ധി അല്ലാത്തോണ്ട് ആ മേഖലയ്ക്ക് ഞാൻ കടക്കണില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്നറിയോ? ഇവർക്ക് ആകപ്പാടെ സഹാബത്തിന്റെ പാരമ്പര്യത്തിൽ അല്ല എന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കാനുള്ള തെളിവെന്തെന്നറിയോ? ഖുത്ബ അവർ അറബിയിലല്ലാതെ നടത്തിയില്ല. 2-ാമത്തെ വിഷയം 2 ബാങ്കിന്റെ വിഷയം. 3-ാമത്തെ വിഷയം പരപുരുഷ സ്ത്രീകളെ പള്ളി കയറുന്ന വിഷയം. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇതല്ലാത്ത 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. എന്തേ ആദം ഉസ്താദുമാര് തൊടാത്തെ? എന്തേ അതിന്റെ മേലെ തൊടാത്തത്? പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ള കുത്തറാത്തീബാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്, മിണ്ടിയില്ല. സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലുള്ള ഷാദുലി റാത്തീബാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത്, മിണ്ടിയില്ല. സ്വഹാബത്തിന്റെ കാലത്തുള്ള ഡുണ്ടുണ്ടും പിപ്പിപ്പി നേർച്ചകളാണ് ഞങ്ങൾ നടത്തുന്നത്, മിണ്ടുന്നില്ല. സ്വഹാബത്തിന്റെ കാലത്തുള്ള ഉറൂസ് മഹാമഹങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്, മിണ്ടുന്നില്ല. സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലൂടെയുള്ള ആണ്ട് നേർച്ചകളാ ഞങ്ങൾ ഇവിടെ നടത്തുന്നത്, മിണ്ടുന്നില്ല. സ്വഹാബത്തിന്റെ കാലത്തുള്ള നിലവിളക്ക ഇന്നും ഞങ്ങളുടെ ചാരങ്ങളിലൂടെ കത്തിക്കുന്നത്, മിണ്ടുന്നില്ല. സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലൂടെയുള്ള റമദാനിന്റെ സ്വലാത്ത് നഗറകളാ ഞങ്ങൾ നടത്തുന്നത്, മിണ്ടുന്നില്ല. ഇങ്ങനെ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളെ എണ്ണി പറയാനാണെങ്കിലോ പ്രിയമുള്ളവരെ, അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവർക്ക് സംസാരിക്കാനില്ല. ആ മേഖലകളിൽ ഒന്നും ചർച്ച പോണില്ല. ഇവിടെ ഞാൻ സുന്ദരമായി മാലമൗലിദുകളുടെ കുറച്ച് കോട്ടിങ്ങുകൾ നമ്പറിട്ട് പോലും പറഞ്ഞു, കേട്ടിട്ട് പോലുമില്ല മറുപടി, കേട്ടിട്ട് പോലുമില്ല. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യണമല്ലോ. ഇത് ഇദ്ദേഹം പറഞ്ഞ കളവ് മാത്രമാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് പഠിക്കാം പ്രിയമുള്ളവരെ. ഇദ്ദേഹം പറഞ്ഞെന്താണ്? സ്ത്രീകള് പള്ളിക്ക് വന്നിട്ടില്ല എന്നാണ്. സ്ത്രീകള് പള്ളിയിലേക്ക് വന്നിട്ടില്ല എന്നാണ്. സ്ത്രീ സാന്നിധ്യം പ്രവാചകന്റെ പള്ളികളില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പഠിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ പഠിച്ചിട്ടും മനഃപൂർവ്വം മൂടിവെച്ചതാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലൂടെ സക്കാഫിമാരെ, അവരെ കൊണ്ടുവന്നവരെ മറുപടി പറയേണ്ടി വരും അള്ളാന്റെ കോടതികളിലൂടെ. ഇന്ന് ഹറമിൽ ചെന്നവർക്കറിയാ, മദീനയിൽ ചെന്നവർക്കറിയാ, മറ്റുള്ള പള്ളികളിലൂടെ സന്ദർശനം നടത്തിയവർക്കറിയാം. എന്തേ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലില്ലേ സമസ്തയുടെ പള്ളികളിൽ പോലും പറയുന്നത് എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞു പാടില്ല. ഇപ്പൊ പല പള്ളികളിലും ബോർഡ് വന്നു, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. എങ്ങനെ? അലവി സക്കാഫിയുടെ നാടായ കൊളത്തൂരില് ആ ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിനിടയിൽ റൈറ്റ് സൈഡിലുള്ള പള്ളിയുണ്ടല്ലോ, പ്രിയമുള്ളവരെ, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരേ ഒരു ഡോറുള്ള പള്ളിയുടെ ഹാളിനുള്ളിൽ ക്യാബിന് വെച്ച് തിരിച്ചിട്ടാണ് ആണിനും പെണ്ണിനും ഒരൊറ്റ എൻട്രിയാണ് ആ പള്ളിക്കുള്ളിലെങ്കില്. എന്നിട്ട് ഇവരാണ് പറയുന്നത് സഹാബത്തിന്റെ പാരമ്പര്യമാണത്രേ. സഹാബത്തിന്റെ പാരമ്പര്യം ഞങ്ങൾ പറഞ്ഞു തരാ നിങ്ങളോട്.
നോക്കിക്കോ, ഹദീസുകളിലൂടെ എടുത്തു പരിശോധിച്ചോ. സ്വഹീഹുൽ ബുഖാരിയുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ കടന്നു വന്നത് ഭാര്യ അനുവാദം ചോദിക്കുമ്പോ തടയാൻ പാടില്ല എന്നല്ലേ. മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസുകളെ മുന്നിലൂടെ എടുത്തു വെച്ചോ. അള്ളാന്റെ ഹബീബ് പറയാണ്, ഇദസ്തുദിന തിംറഅതി അഹദികും മിനൽ മസ്ജിദി ഫലാ യംനഅഹാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് നിങ്ങളോട് അനുമതി ചോദിച്ചാൽ അവരെ നിങ്ങൾ തടുക്കാൻ പാടില്ല. ലാ തംനഉൻ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദ്. അടുത്ത ഹദീസ, സ്ത്രീകൾക്ക് പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാന്റെ അടിമകളായ സ്ത്രീകള് അവരുടെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി അയ്യുസല്ലീന ഫിൽ മസ്ജിദ്. നാലാമത്തെ ഹദീസ്, അള്ളാന്റെ പള്ളികളിൽ നമസ്കരിക്കുന്നതിൽ നിന്ന് അവരെ നിങ്ങൾ തടയാൻ പാടില്ല. ഷാഫി ഇമാം പോലും അവിടുത്തെ റിസാലത്തിലൂടെ അവിടുന്ന് ഇതാ കൊടുത്തില്ലേ ഹദീസുകളെ. കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനത്തുകളായ സ്ത്രീകള് അള്ളാന്റെ പ്രവാചകന്റെ കൂടെ നമസ്കാരത്തിന് അവർ ഹാജരായിട്ടുണ്ട്. അവരുടെ മൂടുപടങ്ങളെ അവർ താഴ്ത്തിയിട്ടുകൊണ്ട്. ഇനിയോ ബുഖാരിയിലെ ബാബു ഇദാ കാന സൗബു ദയ്യിഖാ, വസ്ത്രമിടുങ്ങിയതായാലെന്നൊരു പാഠമുണ്ട് സ്വഹീഹുൽ ബുഖാരിയിലൂടെ. അവിടെ ഇതാ ലോകത്തിന്റെ പ്രവാചകന്റെ ഹദീസ് കാണാ. സ്ത്രീകളോട് പറയുന്നുണ്ട്, ലാ യർഫഅന റൂസകുന്ന ഹത്താ യസ്തവിയ الرجال ജുലൂസാ. ലാ യർഫഅന എന്താ പ്രയോഗം? എന്താ പ്രയോഗം പ്രിയമുള്ളവരെ? മുദാരി ജംആഇബ മുഅന്നസിന്റെ നഫിയായ രൂപത്തിലൂടെ അവിടുന്ന് പറയാണ്, ലാ യർഫഅന, അല്ലയോ സ്ത്രീകളെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. റൂസകുന്ന, നിങ്ങളുടെ തലകളെ. ഹത്താ യസ്തവിയ الرجال ജുലൂസാ, പുരുഷന്മാർ അവരുടെ ഇരുത്തം സമമാകുന്നത് വരെ നിങ്ങളുടെ തലകളെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. ഇതൊക്കെ ഹദീസുകളല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു കുത്തുകൊള്ളുമ്പോ ഭാര്യ ആത്തിക്ക ബീവി പള്ളിയിലില്ലേ? ഇല്ലേ? റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളി വന്നിട്ടില്ലേ? ഇനി ഏത് സഹാബത്തിന്റെ പാരമ്പര്യങ്ങൾക്ക് അവകാശപ്പെടാല്ലേ? ആരുടേതാ? ഇനി പോട്ടപ്പോ ലേറ്റസ്റ്റ് ദർശന TV എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലോ. അതില് സ്ത്രീകൾക്ക് പള്ളി കയറി നിസ്കരിക്കാൻ പറ്റും. ചോദ്യോത്തര സെക്ഷനിൽ എന്താണ് ഉസ്താദുമാര് ഫത്വ കൊടുക്കുന്നത്? ചില സന്ദർഭങ്ങളിൽ മുജാഹിദ് പള്ളിയിൽ തന്നെ കയറി നിസ്കരിക്കൽ നിർബന്ധമാവുന്ന. യാത്രയിലായിരിക്കുമ്പോൾ ഒരു പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ പള്ളിയിൽ കയറി നിസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും, പുറത്തുള്ള പള്ളിയിൽ. അപ്പോൾ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റും. സ്ത്രീകൾക്ക് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലം ആ പള്ളിയിൽ ഉണ്ടാകുകയും അവിടെ അവർ ഇരുന്ന് അവിടെ കഴിഞ്ഞുകൂടി ഈ ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യപ്പെടുകയും ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. ഇസ്ലാമിക നിയമപ്രകാരം ആ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആയാൽ അത് അനുവദനീയമാണ്. അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്ന. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ജുവൈരിയ നൗഷാദിന്റെ ചോദ്യത്തിന് മറുപടിയായി ഉസ്താദ് സൂചിപ്പിച്ചിരുന്നു, പുറത്തു പോകുന്ന സമയത്ത് അത് പള്ളി ഏത് വിഭാഗത്തിൻ്റെതാണെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് എവിടെയാണെങ്കിലും കയറി നിസ്കരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ പിന്നീട് ളുഹർ ഖളാ വീട്ടേണ്ട എന്നുള്ളതും കൂടി പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരം ശരിയായ രീതിയിലാണോ എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർബന്ധമില്ല. എപ്പോഴും നാം ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധം ഇല്ല. അഥവാ ഒരു സ്ത്രീ ജുമുഅക്ക് പങ്കെടുത്താൽ ആ ജുമുഅയായി സ്വഹീയാകുന്നതാണ്. അത് തന്നെ മതി. ഇനി ളുഹർ വേറെ നിസ്കരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ചോദ്യത്തിന്റെ ആധാരം പുത്തൻ പ്രസ്ഥാനക്കാരുടെ ചില പള്ളികളിൽ നമസ്കരിച്ചാൽ നിസ്കാരം ശരിയാകില്ല എന്ന രീതിയിൽ സൂചന നൽകിയിരുന്നു. നിസ്കാരം ശരിയാകില്ല എന്നത് ശരിയല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിസ്കാരത്തിനും അതിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. ഒരു സ്ത്രീ യാത്ര പോകുന്ന സ്ത്രീയാണ്, വഴിമധ്യേ നിസ്കാരത്തിന് സമയമായി. അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച് വളരെ സ്വകാര്യമായ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധമായിട്ടുള്ളത്. ആശുപത്രി സംബന്ധമായ ഒരു കാര്യത്തിന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതാ, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണാൻ ആശുപത്രിയിൽ പോയി തിരിച്ചു വരികയാണ്.
ഇപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ ആകും എന്ന് കണ്ടാൽ ഖളാ ആക്കൽ അനുവദനീയമേ അല്ല. എവിടെ നിന്നാണോ ആ നിസ്കാരം നിർവഹിക്കാൻ സൗകര്യമുള്ളത് അവിടെ വെച്ച് നിസ്കരിക്കണം. പോകുന്ന സമയത്ത് ഒരു പുത്തനാശയക്കാരുടെ ഒരു പള്ളി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ സ്ത്രീകൾ വന്ന് നിസ്കരിക്കാറുണ്ട്. അത്തരം സ്ഥലത്ത് ഈ സ്ത്രീക്ക് പോയി നിസ്കരിക്കൽ സൗകര്യമുണ്ട് താനും. എന്നാൽ പെട്ടെന്ന് ഒതുവെടുത്ത് അത്തരം സ്ഥലത്ത് പോയി നിസ്കരിക്കൽ നിർബന്ധമാണ് അനുവദനീയമാണ് എന്നല്ല, നിർബന്ധമാണ്. കാരണം അതല്ലാത്ത ഒരു സ്ഥലം നിസ്കാരം ഖളാ ആകാതെ നിർവഹിക്കാൻ ഇപ്പോൾ വേറെ ഇല്ല. ഇപ്പോൾ അവിടെ പോയി നിസ്കരിച്ചില്ല എങ്കിൽ ഈ നിസ്കാരം ഖളാ ആകുന്നു കണ്ടാൽ അവിടെ പോയി നിസ്കരിക്കൽ നിർബന്ധമാണ്. ആ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അവിടെ അല്പം കൂടി വെയിറ്റ് ചെയ്തപ്പോഴേക്ക് അടുത്ത വക്ത് നിസ്കാരത്തിന്റെ സമയമായി. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാനിടയായി. സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അവിടെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന നേരത്ത് ജമാഅത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കൽ അനുവദനീയമാണ്. കാരണം ഇത് സ്ത്രീകൾക്ക് പ്രത്യേകം. എനിക്ക് വേണമെങ്കിൽ ഈ ക്ലിപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് അപകീർത്തിപ്പെടുത്താം. നമ്മൾ അപകീർത്തിപ്പെടുത്താനല്ല സംസാരിക്കണം. ഒരു വിഷയം വ്യക്തമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഉസ്താദുമാര് ഇത്ര പച്ചയായി പറഞ്ഞില്ല നിങ്ങളോട്. ഇവിടെ വന്നിട്ട് സ്വഹാബത്തിന്റെ ഇതൊന്നും സ്വഹാബത്തിന്റെ പാരമ്പര്യത്തിൽ പെടൂലേ? സ്വഹാബത്തെന്ന് പുറത്തു പോകും. ഇത് സ്വാഭാവികമായിട്ടും കളവുകൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് പ്രമാണങ്ങളെ മനസ്സിരുത്തി ഒന്ന് വായിക്കാൻ, ഒന്ന് പഠിക്കാൻ, ഒന്ന് വിലയിരുത്താൻ. പ്രിയമുള്ളവർ, ഇത് അവനവന്റെ ഖബറിന്റെ വിഷയമല്ലേ? 150-ലധികം ഹദീസുകള് നിങ്ങളുടെ മുമ്പിൽ ഇട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ്. സ്ത്രീകളെ പള്ളിയിലേക്ക് പോയി എന്നുള്ള വിഷയത്തിലൂടെ. അതുകൊണ്ട് അതൊരിക്കലും സഹാബത്തിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്ത വിഷയമല്ല. അവിടെ ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ട വിഷയമാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാന്റെ പള്ളിയിലേക്ക് വരണ്ട എന്ന് സ്ത്രീകളോട് പറയുമ്പോ അവരെ നിങ്ങൾ നോക്ക് മജ്‌ലിസുന്നൂറിലേക്ക് കൊണ്ടുവരാ, അവിടെ പ്രശ്നമില്ല. ഉറൂസ് മേളകളിലേക്ക് കൊണ്ടുപോകാ, പ്രശ്നമില്ല. ജാറത്ത് കൊണ്ടുപോയി തലയിലൂടെ പട്ടുവെച്ച് ഊതിക്കൊടുക്കാം, പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, പാതിരാവാതിന് ഒരു കൈയിൽ മടക്കി പിടിച്ച പായും മറു കൈയിൽ ഒക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാതിന് പോയാൽ വരെ പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇന്ന് ഞാൻ സംസാരം നിർവഹിക്കുന്നത് ശനിയാഴ്ചല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കി നെടുങ്കോട്ട് റോഡ് നേരെ പോയ ചാട പുലാമന്തോള്, ഇങ്ങനെയും പോവാ. ആ പുലാമന്തോള് ചാടി നേരെ UP നഗറിൽ ഒന്ന് ചെന്ന് നോക്ക്. ഇന്ന് 80% സ്ത്രീകൾ നാളെ നേരം പുലരുവോളും അവരുറങ്ങുണ്ടോ നോക്കാൻ കുറച്ച് ഉസ്താദ്മാർ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ദിക്ർ ഹൽക്ക നടക്കണം അവിടെ. എന്റെ വിധിയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം പറയണേ. ഇതിനൊന്നും പ്രശ്നമില്ല, പള്ളി കയറി നിസ്കരിച്ച പ്രശ്നം. അപ്പൊ പ്രിയമുള്ളവർ, ഇത് സ്വഹാബത്തിന്റെ പാരമ്പര്യത്തിലല്ല എന്ന് പറയുമ്പോ സൂക്ഷിക്കണ്ടേ. വീണ്ടും പറഞ്ഞ ആരോപണം എന്താണെന്നറിയോ? ഇവിടുത്തെ സമസ്തയുടെ പള്ളിയിൽ ജുമഅക്ക് 2 ബാങ്കുണ്ട്, മുജാഹിദിന്റെ പള്ളിയിൽ 1 ബാങ്കേ ഉള്ളൂ. ഇത് പറഞ്ഞു കേട്ടാ വിചാരിക്കും 1 ബാങ്ക് 2 ബാങ്ക് കൊടുത്തവരൊക്കെ മുർത്തദ്ദാ. നമ്മൾ പറഞ്ഞതുപോലെ നോക്കണേ, നിങ്ങൾക്ക് സ്വഹാബത്തിന്റെ പാരമ്പര്യമില്ല. എന്നിട്ട് ഉസ്താദ് തന്നെ അറിയാതെ പറഞ്ഞു പോയി. ഹദീസ് വായിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് 1 ബാങ്കാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 1 ബാങ്കാണ്. ഇവിടെ നടന്ന പ്രസംഗത്തിലെ ഡയലോഗാ പറയണേ, അതൊക്കെ ഹദീസിലുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും 1 ബാങ്ക് തന്നെയാണ്. എന്നാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ സഹാബത്തിന്റെ പാരമ്പര്യമുള്ളത് ഞങ്ങൾക്കാ. പ്രിയമുള്ളവരെ, അതിനെ തെറ്റാണെന്നോ ശരിയല്ലെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഹദീസിനെ അതേപോലെ സ്വീകരിക്കുന്നവരാണ് മുജാഹിദുകള്. ആ ഹദീസിന്റെ വീക്ഷണത്തിലോ അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തില് മാത്രമല്ല, പിന്നീട് അതിനെ കൊണ്ടുവന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയങ്ങൾ വരെ ക്രോഡീകരിച്ചുകൊണ്ട് അതിന് വ്യക്തമായ വിശകലനം തന്ന ഷാഫി ഇമാമിന്റെ കിതാബ് വരെ കണ്ടിട്ട് തന്നെയാ ആ വിഷയത്തിന്റെ അധ്യാപനത്തിൽ ഊന്നുനിന്നുകൊണ്ട് തന്നെയാണ് ഈ സംസാരം നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നതെങ്കിലോ ആദ്യം ആ ഉസ്താദ് തന്നെ ഇവിടെ സംസാരിച്ച അരിയൂരുകാരൻ മുസ്ലിയാർ തന്നെ ആരോപണമൊന്ന് നടത്തട്ടെ. ഈ പള്ളിയിൽ പോയ ജുമാക്ക് 2 ബാങ്ക്, വഹാബി മൗദൂദി പള്ളിയിൽ ജുമാക്ക് 1 ബാങ്ക്. എന്താ 1 ബാങ്കിന്റെ കാരണം? അവര് പറയും നബിയുടെ കാലത്ത് 1 ബാങ്കേ ഉള്ളൂ. ശരിയാണ്,
സിദ്ദീഖ് തങ്ങളുടെ കാലത്തും ജുമാക്ക് ഒരു ബാങ്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഉമർ തങ്ങളുടെ കാലത്തും ജുമാക്ക് ഒരു ബാങ്കേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആരാ ഈ രണ്ടാം ബാങ്ക് കൊണ്ടുവന്നത്? ഇസ്ലാമിലെ മൂന്നാം ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടങ്ങളിലൂടെ അവിടുന്ന് കാണാ ഫലമ്മാ കാന ഉസ്മാൻ വകസുറന്നാസ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം കടന്നു വന്നപ്പോ ജനങ്ങൾ ധാരാളമായി അധികരിക്കുന്നുണ്ട്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ തന്നെ കാണാ ആദ്യമായി നാവികപ്പട രൂപീകരിച്ചത് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ്. അത്രയും ആളുകൾ ഇതാ വ്യാപിച്ചതായ സന്ദർഭങ്ങളിലൂടെ വെള്ളിയാഴ്ച നമസ്കാരത്തിനുള്ള വിളിയൊന്ന് അധികരിപ്പിക്കുകയാ. ബാങ്കും ഇഖാമത്തുമാകുന്ന 2 വിളികളുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു വിളി കൂടെ അധികരിപ്പിച്ചു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലല്ല, സൗറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഉയരമുള്ളൊരു പ്രദേശത്താണ്. അതല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിന്ന ഭാഗമാണെന്നും അഭിപ്രായമുണ്ട്. ആ സൗറയിലൂടെ മൂന്നാമത്തെ വിളി നടക്കുന്നുണ്ട്. മറ്റൊരു വിളി കൂടെ കടന്നു വരുന്നുണ്ട്. പിന്നീട് കാണാ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടങ്ങളിലാണ് അതിനെ പള്ളിയിലേക്ക് മാറ്റിയത് എന്നും റിപ്പോർട്ടുകളിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ അവിടെ നിന്ന് മഹാനായ അതാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമാ യദഉന്നാസ നിദാഅ, അത് ജനങ്ങളോടുള്ള ഒരു വിളി മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന് അതാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് മാറ്റിയെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൈപ്പട കൊണ്ട് രചിച്ച കിതാബുൽ ഉമ്മിന്റെ 1-ാമത്തെ വോള്യത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊണ്ടുവന്നു. അവിടുന്ന് ഇതാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വഅയ്യുഹുമാ കാന, ഇതിൽ രണ്ടിൽ ഏത് തന്നെയാണെങ്കിലും ഫൽഅംറുല്ലദി അലാ അഹ്ദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതാണ്. അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 2 വിഷയങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാതിലെ രണ്ടിൽ ഏത് കാര്യങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ കാലഘട്ടത്തിലുള്ളതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, സഹാബത്തിന്റെ പാരമ്പര്യമില്ലേ എന്ന് പറയാൻ പറ്റും? ഇത് രണ്ടിലും സഹാബത്തില്ലേ, പിന്നെ എന്തിനാ ഒരു ബാങ്ക് കൊടുത്തവർ നിങ്ങൾ ആക്ഷേപിക്കണം? എന്തിനാ എഴുത്തി പറയണം? എന്തിനാ? എന്നിട്ട് അതിന്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞു മക്കത്തും മദീനത്തും നോക്കി 2 ബാങ്കല്ലേ. അതിനിപ്പോ നമ്മൾ എതിർത്തോ? 2 ബാങ്ക് കൊടുക്കണം തെറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊലവിളി കൂട്ടി. ഇവിടെ പ്രിയമുള്ളവർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ മക്കത്തും മദീനത്തും ബാങ്കിന്റെ വിഷയം വേം പറഞ്ഞു. മക്കത്തും മദീനത്തി ഉറൂസ് എന്ന, അവിടെ തിങ്കളാഴ്ച മൗലൂദോ വ്യാഴാഴ്ച മൗലൂദോ, ഹദ്ദാദ റാത്തീബോ കുത്തുബിയത്തോ റിഫായിമാലേ, ഏതാ അവിടെ പാടലേ? അവിടെ ജീലാനിതനാണോ നബിതനാണോ ഇമ്പോർട്ടന്റ് കൊടുക്കല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, ഓരോ വിഷയങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ വേഗം മക്കിയും മദീനും പിടിച്ച് വേറെടുത്തൊന്നും പോകില്ലല്ലോ. എത്ര കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ, എത്ര കാര്യങ്ങളുണ്ട്. അവിടുത്തെ സലഫി ഉലമാക്കളോട് ഇവിടെ സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അവിടെ തൊടാൻ ആഗ്രഹം, സലാം പറയാൻ ആഗ്രഹം, സുദൈസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം. ഇവിടെ അബ്ദുൽ വഹാബിനെ തെറി പറഞ്ഞു, ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് സൗദി പോയിട്ടൊന്ന് പറയാൻ? മോശക്കാരനാണ്, പിന്നെ ദീന് പൊളിയനാണ്, ഖവാരിജിന്റെ ആളാണ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട്? അവിടെ ആ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇവിടെ വന്നിങ്ങനെ പറയണ വിഷയം. അക്കിം മദീനയും ബാങ്ക് എന്നപ്പുറത്തിന് ഓടിച്ചാടി പിടിച്ചു, ബാക്കി കാര്യങ്ങളോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഷാഫി ഇമാമിന്റെ ഈ വിഷയത്തിൽ കാണുന്ന എന്താ? 2 ബാങ്കും ഞാൻ അത് 2ഉം കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന ആ ബാങ്കാണ്. എന്തിനാ ഇനി തർക്കിക്കണേ? എന്തിനാ അവിടെ ഇനി തർക്കത്തിലേക്ക് പോണേ? പ്രിയമുള്ളവരെ, വീണ്ടും അദ്ദേഹം ഇവിടെ പറഞ്ഞു, സഹാബത്തിന്റെ കാലത്ത്
അവര് വന്ന് ഖുത്ബയോദിയത് ഏത് ഭാഷയിലാ? സ്വഹാബത്ത് വന്ന് ഖുത്ബയോത് അറബി ഭാഷയിലാ. സ്വഹാബത്തിന്റെ കാലത്തെ ഖുത്ബ അറബി ഭാഷയിലായിരുന്നു. ഇവിടുത്തെ വഹാബി മൗദൂദി പള്ളികളിലൊക്കെ നടത്തുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ ഖുത്ബ നടത്താൻ ഖുർആനുണ്ടോ ഹദീസുണ്ടോ? പ്രിയമുള്ളവരെ, അടിസ്ഥാനമായി നിങ്ങളോട് പറയട്ടെ, ആ പ്രയോഗം തന്നെ തെറ്റാ. മലയാളത്തിൽ ഖുത്ബ എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, മാതൃഭാഷ എന്ന പ്രയോഗമാണ് നടത്തിയത്. ഈ മലയാളം 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 എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയോ? മലയാളത്തുമ്മ പിടിച്ചാലല്ലേ സ്വഹാബത്തിന്റെ അറബി മാതൃഭാഷ പറഞ്ഞാലോ? സ്വഹാബത്തിന്റെ മാതൃഭാഷ അറബി, ഇവിടുത്തെ മാതൃഭാഷ മലയാളം. അതിനു വേണ്ടിയിട്ടാണ് ഈ മലയാളം മലയാളം മലയാളം. പിന്നെ ഖുത്ബ എന്താന്ന് മൊയിലേക്ക് തിരിഞ്ഞിട്ടില്ല. മൂപ്പരെ പറയണ വാക്ക് മൊത്തം ഓതാ 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 ഓതാ, മൊത്തം ഓതലൻ. ഇത് ജനങ്ങളോട് നടത്തേണ്ട വാഴാണെന്ന് 10 കിതാബിൽ വരെ ബേസിക് പഠിക്കണതല്ല ഉസ്താദെ. 10 കിതാബിൽ ആദ്യം ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയ ബോധ്യപ്പെടിച്ച അതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഖുത്ബ എന്നൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്ന ആരോപണം ഒന്ന് കേൾക്കുന്നിട്ട് അതിന്റെ മറുപടി നമുക്ക് കേൾക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ സ്വഹാബത്ത് വന്നു, പള്ളി ഉണ്ടാക്കി, അറബിയിൽ ഖുത്ബ ഓതി. നമ്മളൊക്കെ അറബിയിൽ ഖുത്ബ ഓതുന്നു. ഖുത്ബ അറബിയിലാണ് ഓതേണ്ടതെന്ന് പ്രമാണം ആർക്കാ പ്രമാണം? ഞാൻ ചോദിക്കട്ടെ, ഇത് നാട്ടുകാർക്ക് തിരിയുന്ന ഭാഷയിൽ ഓതി കൊടുക്കണം എന്നുള്ളതിന് ഒരായത്ത് തെളിവുണ്ടോ? എന്നെങ്കിൽ ആ ആയത്ത് ഏത് സൂറത്തിലാ? ഇത് നാട്ടുകാർക്ക് തിരിയുന്ന ഭാഷയിലാണ് ഓതേണ്ടതെങ്കിൽ വേണ്ട. ഒരു ഹദീസ് ഉണ്ടോ? ഹദീസ് പഠിച്ചോ മൊയിലേറെ? ഹദീസ് പഠിച്ചോ? റസൂലുള്ളാഹിന്റെ ഖുത്ബയെ പറ്റി പറയുകയാണ്. 2 ഖുത്ബ അല്ലാഹുവിന്റെ റസൂൽ നടത്താറുണ്ട്. യജ്ലിസു ബൈനഹുമാ, അതിന്റെ ഇടയിൽ പ്രവാചകൻ വന്നിരിക്കും. യഖ്റഉൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ മുത്ത് റസൂൽ പാരായണം ചെയ്യും. വയുദക്കിറുൻ നാസ്, അതുകൊണ്ട് ജനങ്ങളോട് ഉത്ബോധനം നടത്താറുണ്ട്. 2 ഖുത്ബ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ഓതാറുണ്ട്. അതിനിടയിൽ പ്രവാചകനൊന്നിരിക്കും. ഖുർആൻ ഓതി ഉത്ബോധനമാണ് മുത്ത് റസൂൽ നടത്താറുള്ളത്. അതിന്റെ ഉദ്ദേശം വഅലാണ്, ഉപദേശങ്ങൾ കൊടുക്കലാണ്. ഖരീബത്തും മിനൽ ഫഹ്മി, മനസ്സിലാക്കാൻ ഏറ്റവും കഴിയുന്ന രീതിയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിലൂടെ ഓതുന്ന ഖുത്ബ ഏതാണെന്നറിയോ? ഇതര 370 കാലഘട്ടങ്ങളിലൂടെ ഈജിപ്തിലൂടെ ജീവിച്ചിരുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ. ആ പ്രഭാഷകന്റെ പ്രസംഗമാണ് ഇന്നും നമ്മുടെ പള്ളികളിലൂടെ അറബി ഖുത്ബ ഓതുന്ന പള്ളികളിലൂടെ ഓതുന്ന നബാത്തിയ ഖുത്ബ. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഒന്നാമത്തെ സഫിലിരിക്കുന്ന ആൾക്കാരെ അവരിങ്ങനെ ആത്മാർത്ഥ ഖത്തീബിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. നിങ്ങളൊരു പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഖുത്ബ? നല്ല അടിപൊളി കൂറ്റായിരുന്നു. നമ്മുടെ മലപ്പുറം ഭാഷ പറഞ്ഞാല് നല്ല കൂറ്റുണ്ട് എന്നാ പറയാ. നല്ല വോയിസ് ഉണ്ട്, നല്ല ട്യൂൺ ഉണ്ട്, അടിപൊളി സൂപ്പർ ഖുത്ബ. ഇതല്ലേ നമുക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ സഫ മുതൽ മിഡിൽ ഏജുള്ള ആളുകളോ അവരിങ്ങനെ തലതാഴ്ത്തി ഉറങ്ങുണ്ടാവും. പിന്നെ പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറാൻ, അവിടെയാണ് യുവാക്കളും ചെറുപ്പക്കാരും ബ്ലൂടൂത്ത് വാട്സപ്പ് എക്സെൻഡർ ഒക്കെ അവിടെയാണ് അരങ്ങ് തകർക്കുക. പിന്നെ പള്ളി ഐക്യപ്പെടുന്ന രംഗവിടെ അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീൻ. അവിടെ എല്ലാവരും ഒറ്റക്കെട്ട. നമ്മുടെ പള്ളിയിലെ ഖുത്ബയുടെ അവസ്ഥ ഇതാ. മുത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരാൾ കയറി വരികയാണ്. അയാൾ നമസ്കരിക്കാതെ അവിടെ ഇരിക്കുന്നു. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, ഹൽ സ്വല്ലൈത, നീ നമസ്കരിച്ചോ? അയാൾ പറയുന്നു, ഇല്ല. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മറുപടി കൊടുക്കുകയാണ്, ഖും ഫസ്വല്ലി റകഅതൈൻ, എഴുന്നേറ്റ് 2 റകഅത്ത് നിസ്കരിക്ക്, എന്നിട്ടിരിക്ക്. നമുക്കിതൊന്നും തിരിയൂല. പള്ളിയിലെ റബീഉൽ അവ്വലിലെ ഖുത്ബ ഓതുമ്പോൾ ഖത്തീബ് പറയും, നബിദിന ആഘോഷിക്കണമെന്നോ സന്തോഷിക്കണോ ഒന്നുമല്ല, കരയേണ്ട മാസമാണ് കേട്ടോ ജനങ്ങളെ. ഏത് കണ്ണാത് കേട്ടിട്ട് കരയാത്ത? അവൻ കേട്ടിങ്ങോട്ട് പോർന്നിട്ട് പിന്നെ ജാതി വെളി ആഘോഷം എന്നല്ലാതെ എന്താന്ന് മനസ്സിലായിട്ടില്ല ഖുത്ബ. ഇനി പ്രിയമുള്ളവർ, ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. ഇവിടുത്തെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയാരുടെ മോനുണ്ട്. അദ്ദേഹം നാസറുദ്ദീൻ ഫൈസി. അദ്ദേഹം റാസൽ കൈമയിൽ ഖുത്ബ നടത്തുന്നുണ്ട്. അദ്ദേഹം സ്വഹാബത്തിന്റെ പാരമ്പര്യത്തിലല്ല ഔട്ടായ ആളാണോ നിങ്ങൾ തീരുമാനിക്കുക. ആ ഖുത്ബയുടെ ചെറിയൊരു ശകലം നിങ്ങളൊന്ന് കാണാം. വെള്ളിയാഴ്ചത്തെ ഖുത്ബ, അതോ അറബി നാട്ടിൽ പോയിട്ട്. അറിയിക്കുന്ന വിഷയം അഥവാ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബാധ്യതകളെ പൂർത്തിയാക്കി വീട്ടൽ. തീർച്ചയായും വിവാഹം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഉടമ്പടിയാണ്. നിങ്ങളിൽ നിന്നും ഒരു മഹത്തായ ഉടമ്പടിയെ അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് അല്ലാഹു ആ വിഷയത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പിൻബലത്തോടു കൂടിയുള്ള പരസ്പര പെരുമാറ്റം, ആ പെരുമാറ്റം വിവാഹബന്ധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഉറപ്പുള്ള ബന്ധവും ഭദ്രമായ കരാറുമാണ് വിവാഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാതിഹി. നിങ്ങൾ ആലോചിച്ചൊക്കെ അവിടെ പോയി മലയാളത്തിലൊക്കെ പറയാം. ഇനി ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ ജീവൻ ടിവിയിൽ ചോദ്യോത്തര സെക്ഷനിൽ വരെ ഫർള അറബിയിൽ പറഞ്ഞ് ബാക്കി മലയാളത്തെ പറഞ്ഞ കുഴപ്പമില്ലാന്ന് 50,000 ഉസ്താദുമാര് പോലും ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇനി മാത്രമല്ല, അൽ-മദാഹിബുൽ അർബഅ എന്ന് പറയുന്ന കിതാബില്ലയോ, അവിടെ ഖുത്ബയുടെ ബാബിൽ ഷാഫി മദ്ഹബിന്റെ വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിലെ നിലപാട് والشافعية قالوا أن تكون أركان الخطبة عربا إذا كان القوم عربا. ആ ജനത അറബിയിലാണെങ്കിൽ ഖുത്ബയുടെ ഫർളുകൾ അറബിയിലാണ് നടത്തേണ്ടത്. വൈൻകാനോ അജമാവരിനി അറബികളല്ലെങ്കിൽ അവിടെ അറബി പോലും നിർബന്ധമില്ല എന്ന് അൽ മദാഹിബുൽ അർബഅയിലൂടെ ഷാഫിയാക്കളുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ ഇത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠമുണ്ട്. വരെ വിധേയികളാണ്, സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരോട് ഇന്ത്യയിലും കേരളത്തിലുമാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നിലപാടെങ്കിൽ ഒരു തെളിവ് നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞു തരാ. ഇവിടെ സ്ത്രീ പള്ളി പ്രവേശനത്തെ എതിർക്കുന്നവരാണ്. ബഹ്റൈനിലെ അറാദ് പള്ളിയിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി ഇമാം നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. വിധേയികളോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ന്യൂസിലാൻഡുകാർക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? പ്രിയമുള്ളവരെ, അവിടെ നടന്ന ഖുത്ബ ഇന്നും സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾക്ക് കാണാം. അവിടുത്തെ മാതൃഭാഷയായ ഇംഗ്ലീഷിലായിരുന്നു. ഇവിടൊക്കെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇനിയും തെളിവുകൾ ഇഷ്ടം പോലെ തരാ. അതുകൊണ്ട് തന്നെ ഉലമാക്കളെ റസൂലുള്ളാഹിന്റെ ഖുത്ബയെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മാതൃഭാഷയിൽ, അവിടുത്തെ മാതൃഭാഷ അറബിയായിരുന്നത് കൊണ്ട് അവർ അറബിയിൽ നടത്തി. ഇനി മാത്രമല്ല, ഇവിടുന്ന് തെളിവ് പറഞ്ഞ് ചേരമാൻ പള്ളി 1999 വരെ മലയാള ഖുത്ബ നടത്താൻ കഴിവുള്ള ഉസ്താദുമാർ അന്വേഷിച്ച് പരസ്യം നടത്തിയത് നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് പരസ്യം ഔട്ട് ചെയ്തത് അതിനെ മാറ്റിമറിച്ചതാരാ? ഇനി പ്രിയമുള്ളവരെ, ഐഎസിന്റെ വിഷയം പറഞ്ഞിട്ട് ഇവിടെ കാര്യമായി ചർച്ച ചെയ്ത വിഷയമാണ്. മഖബറകളെ പൊളിച്ചു കളയുന്നവരാണിവര്, മഖബറകളെ തകർത്ത് കളയുന്നവരാണിവര്. ഇവർ ഐഎസിന്റെ ആളുകളാണ്, മഖബറ പൊളിക്കുന്നവര്. ആരിലേക്കാ നിങ്ങളുടെ ആരോപണം ചെന്നെത്തുന്നതെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാ. ഐഎസുകാരവിടെ ജാറം വിളിക്കണ ഫോട്ടോ എടുത്തിട്ട് പറയാ. എന്നിട്ട് അതിന്റെ കൂടെ അവർ ചേർത്ത് പറഞ്ഞു ഇവര് ഖവാരിജിയത്താണ്. എന്നിട്ട് മുസ്ലിയാർ വലിയ ന്യായം പറഞ്ഞു ഖവാരിജിയത്തിനെ ഞങ്ങൾ എതിർത്ത് ക്ലിപ്പ് കാണിച്ചിട്ടാ പറയുന്നത്. മാലിക് സലഫിയുടെ ദുൽഹുവൈസറയുടെ പിന്തലമുറക്കാരായ ഖവാരിജികളാണ് ഐഎസ്. അവർക്കെതിരാവുന്നതൊക്കെ ചെയ്യാനാണ് സലഫികളുടെ ആഹ്വാനം. ലോകാടിസ്ഥാനത്തിലൂടെ അവർക്കെതിരെ പോരാടിയവരാണ് സലഫികള്. എന്നിട്ട് പറയാൻ ഇവരും ഖവാരിജികളാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് താടി ഉണ്ടാകും, നിസ്കാരത്തഴമ്പുണ്ടാകും, നെരിയാണിക്ക് മേലെ വസ്ത്രമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. മുത്തറസൂല് പറഞ്ഞ അവരുടെ ലക്ഷണങ്ങളെ മുന്നിൽ വെച്ചിട്ട് പല വാക്കുകളും പറഞ്ഞില്ലയോ? ഇവിടെ ഈ ഖവാരിജിയത്തിന്റെ ലക്ഷണമുണ്ട്. വഹും യഖറഊനൽ ഖുർആൻ, അവര് ഖുർആൻ ഇങ്ങനെ ഓതുന്നവരാണ്. മുസ്ലിയാരെ, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധാപൂർവം ജനങ്ങളോട് വിശദീകരിക്കാത്തതാണ്. വലം യതജാവസ അൻ തറാഖീഹിം,
അവരുടെ തൊണ്ടക്കുടിന്ന് വിട്ടുകടന്നിട്ടില്ല, ആയത്തിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല. കെട്ടുകളിലൂടെ നൂല് കെട്ടിക്കൊടുക്കുമ്പോ ഉസ്താദെ പള്ളിയിൽ നിന്നിട്ട് എന്താ ചൊല്ലിക്കൊടുക്കല്? കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്ന് ഓതുമ്പോ ഉസ്താദെ വലം യതജാവസ അൻ തറാഖീം, തൊണ്ടക്കുടിയിൽ നിന്ന് താഴോട്ടായത്തിറങ്ങിയില്ല. നാട്ടിലൂടെ 70 വയസ്സുള്ള ആളുകൾ അതുവരെയും കള്ളുകുടിച്ച് നടക്കുമ്പോ അവരോട് പറഞ്ഞു കൊടുത്തില്ല അള്ളാന്റെ ദീനിന്. മരിച്ചു കിടക്കുമ്പോ തലഭാഗത്ത് വന്നിരുന്ന് ഓതിക്കൊടുത്ത് ഇന്നമൽ ഖംറു വൽ മൈസറ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ പടിയാണ്, കള്ളുകുടി ഒഴിവാക്കണട്ടോ. തൊണ്ടക്കുഴിന്ന് കീപ്പെട്ടിറങ്ങിയില്ല മുസ്ലിയാരെ. ഖുർആന് കുപ്പിയിലാക്കി കുഴിച്ചിടാൻ നടക്കുമ്പോ, ഖത്തമോദി പണം വാങ്ങാൻ നടക്കുമ്പോ ഖുർആന് തൊണ്ടക്കുടിന്ന് കീപ്പെട്ടിറങ്ങിയില്ല. അവരെ നിസ്കാരമുണ്ട്, നിസ്കാരം കാണുമ്പോ നിങ്ങൾ പറഞ്ഞിട്ടൂലേ? പ്രിയമുള്ളവരെ, ആരാ പരിധി വിട്ട നിസ്കാരം നിസ്കരിക്കുന്നവര്? കുത്തുബയ്യത്തിന്റെ 12 റക്അത്ത് ഞങ്ങൾക്കിടയിലല്ല, അവിടുന്ന് ബറാത്തിന്റെ 100 റക്അത്ത് ഞങ്ങൾക്കിടയിലല്ല. പ്രിയമുള്ളവരെ, നോക്കണേ ഇല്ലാത്ത ഒരുപാട് നിസ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് വില്ലിൽ നിന്ന് അമ്പ് തറക്കുന്ന പോലെ അവര് സത്യത്തിൽ നിന്ന് തറച്ചു പോകുന്നവരാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പേരിൽ ആരോപിക്കണ്ട. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ആള് പിടിച്ച തെളിവെന്താ? കബറ് പൊളിച്ചത് ഇടവണ്ണ അലവി മുസ്ലിയാർ പൊളിച്ചിട്ടുണ്ടെന്നാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പള്ളിക്കുള്ളിലെ, അതോ ആര് പറഞ്ഞിട്ട്? കോടതി പറഞ്ഞിട്ട്. ആളതിന് മുത്തവല്ലിയാണ്, ആള് പൊളിച്ചു. അതിന് മൊയിലേർക്ക് എന്താ പ്രശ്നം? മൊയിലേർക്ക് എന്താ പ്രശ്നമുള്ളേ? ഇനി മാത്രമല്ല, ജാറം പൊളിച്ചു, അത് പൊളിക്കാൻ ആരാ പറഞ്ഞ? ക്ലിപ്പിൽ ആരോപണം ഒന്ന് കേട്ടൊക്കെ നിങ്ങള് സക്കാഫീനെ തന്നെ ക്ഷണിക്കാൻ നമ്മളൊന്ന് പറയാം. ഈ മഖ്ബറകളെ തകർത്ത് കളയേണ്ടതാണെന്ന് അള്ള പറഞ്ഞു. എവിടെയുള്ളത്? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയുള്ളത്? മക്കാമുകൾ പൊളിക്കുക, അത് പൊളിച്ചു കളയേണ്ടതാണ് എന്നത് ഇബ്നു അബ്ദുൽ വഖാബിന്റെ ആശയമാണ്. ആ ആശയം പ്രിയമുള്ളവരെ, മഖ്ബറ പൊളിച്ചു കളയണമെന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഭാഷയും അല്ല പറഞ്ഞിട്ടുണ്ടോ റസൂല് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി പാക്ക് ചെയ്ത് തരണ ക്ലിപ്പ് വന്നിട്ട് പ്രസംഗിക്കുക എന്നല്ലാതെ ഒന്ന് ഓതി പഠിക്കുക. പ്രിയമുള്ളവരെ, സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ ദർസിൽ സാധാരണ ആദ്യം പഠിക്കുക മജ്മുഅൻ, 10 കിതാബ് അതിന്റെ കൂടെ പഠിക്കും, മജ്മുഅ പഠിക്കും, സർഫും മീസാനൊക്കെ പഠിച്ചിങ്ങനെ പോകുമ്പോ എന്താ കിട്ടിയാലും തർക്കീബ് വെക്കാനാ പഠിക്കുക. അത് നല്ല പോലെ ഇത് എന്താ പറയാന്നല്ല പഠിക്കുക. അങ്ങനെ തർക്കീബ് വെച്ച് മുബ്തദാ മർഫൂഉൻ ബിൽ ദമ്മത്തി അങ്ങനെ പറഞ്ഞിട്ട് അത് അർത്ഥം പറഞ്ഞു പോവാന്നല്ലാതെ, വ്യാഖ്യാനം പറഞ്ഞു പോവാന്നല്ലാതെ അതിന് തർക്കീബ് പറയാന്നല്ലാതെ എന്താന്ന് തലയെ കത്തിയിട്ടില്ല. ഹദീസുകളിലൂടെ എടുത്തോ നിങ്ങള്. സ്വഹീഹ് മുസ്ലിം 969 നമ്പർ ഹദീസ് എഴുതി വെച്ച് പഠിച്ചോ. അബുൽ ഹയ്യാദുൽ അസദി എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതാ. അബുൽ ഹയ്യാദെ, ഞാൻ നിന്നെയും ഏൽപ്പിക്കുകയാണ്. അല്ലാഹ തദഅകബറം മുശ്രിഫൻ ഇല്ലാ സവൈത, ഉയർച്ചയുള്ളതായ ഖബറുകളെ നിരപ്പാക്കിയിട്ടല്ലാതെ വിട്ടുവേച്ചു പോകാൻ പാടില്ല. സലഫികൾക്ക് അവിടെ ഒരു നിലപാടുണ്ട്. ഇനി ഇത് വന്നിട്ട് മുസ്ലിയാർ നാളെ പറയണ്ട, അത് കാഫിരീങ്ങളുടെ ഖബറാന്നൊന്നും പറയണ്ട. മുസന്നഫ് അബ്ദുർ റസാഖില്ല വിഷയം വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അവിടെ പറഞ്ഞില്ലേ, യഅനി ഖുബൂറൽ മുസ്ലിമീൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഖബറുകൾ തന്നെയാണ്. മുസ്ലിമീങ്ങളുടെ ഖബറുകൾ തന്നെയാ. ആ മുസ്ലിമീങ്ങളുടെ ഖബറാണെങ്കിലും ഉയർത്തണ്ട. അതിനെ പൊളിക്കാൻ പറഞ്ഞു. എവിടെ? ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണ്. ഇന്ത്യയിൽ പോയിട്ട് ഒരു സലഫിൻ ഖബർ പൊളിക്കൂല. ഇവിടെ എടവണ്ണയിൽ പൊളിച്ചു. എടവണ്ണ അവരുടെ പള്ളിയിൽ അവരുടെ ഖബർ അവർ തീരുമാനിച്ചു, അവർ പൊളിച്ചു. അത്രയല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോ മുജാഹിദ് പള്ളിയിൽ നിലവിളക്കൊണ്ട് ഞങ്ങളുടെ ബർക്കത്തുള്ള വെളിച്ചെണ്ണ കുടിക്കണ നിലവിളക്കെന്ന് പറഞ്ഞാൽ മുജാഹിദ് പള്ളിയാണ്, മുജാഹിദിൽ എടുത്തെറിയും. കാരണം അത് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്. ഇത്രയേ ഉള്ളൂ. മാത്രമല്ല പ്രിയമുള്ളവരെ, നാട് കാണിച്ചുറത്തിലെ ജാറം പൊളിച്ചവര് വരെ, യമനിൽ പൊളിച്ചവര് വരെയൊക്കെ IS-ന്റെ ആളുകളാ. പ്രിയമുള്ളവരെ, സലഫികളാണ്. IS എങ്കിലോ അള്ളാന്റെ ഹറമിന് നേരെ മിസൈൽ ചെയ്യുമോ?
മദീനക്ക് നേരെ ആക്രമിക്കുമോ? സലഫികൾക്ക് എതിരായത് കൊണ്ടല്ലേ അത് ചെയ്തത്. IS സലഫികൾക്ക് എതിരായത് കൊണ്ടാണ് ചെയ്തത്. ഇനി നാട് കാണിയിലെ CIയുടെ അഭിപ്രായം പോലും നിങ്ങൾ പരിഗണിച്ചില്ല, അങ്ങോട്ട് എടുത്തടിക്കുക മുജാഹിദേരെന്ന്. അവിടെ നിന്ന് പോലീസുകാർ വരെ പറഞ്ഞു അവരെല്ലാം മുജാഹിദുകളല്ല എന്ന് പറഞ്ഞു. ഇല്ലേ ഇല്ല പ്രിയമുള്ളവരെ, ഇനി മാത്രമല്ല കേട്ടോ, അവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഖബറുകളെ അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞു തകർക്കാൻ. എവിടെ? ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിലാണ് അവരത് ചെയ്യും. ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്തത് ആരാ? ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബാണ് ചെയ്തത്. ഇത് എല്ലായിടത്തും അവർ പറയണതാ. ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ് തകർത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? ഉസ്മാനിയ ഭരണകാലഘട്ടങ്ങളിലൂടെ പടുത്തുയർത്തിയതിനെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതല്ല. നിങ്ങൾക്ക് വേണോ? ഷാഫി ഇമാം തന്നെ പറയാണ്. ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബിന് മുമ്പ് കിതാബുൽ ഉമ്മിന്റെ 1-ാം വോള്യം 424-ാമത്തെ പേജ് ഷാഫി ഇമാം പറയാണ്, വഉഹിബ്ബു അല്ലാ യബ്നി വലാ യുജസ്സസ. ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കാതിരിക്കലും അതിന്റെ മേലെ സിമന്റ് ഇടാതിരിക്കലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഫഇന്നഹു യശ്ബഹു സീനത വൽ ഖൈലാ. അത് ആഡംബരത്തോടും അലങ്കാരത്തോടും സാദൃശ്യമാകുന്നതാണ്. വലൈസൽ മൗതു മൗളിഉ വാഹിദും മിൻഹുമാ. മരണമെന്ന് പറഞ്ഞാൽ അതിനു പറ്റിയതായ സന്ദർഭമല്ല. ഇത്രയും പറയുമ്പോ ഉസ്താദുമാര് പറയും അത് പൊതുശ്മശാനത്തിൽ സാധാരണക്കാരന്റെ ഖബറുയർത്തുന്ന വിഷയമാണെന്ന്. പ്രിയമുള്ളവരെ, താഴെ വായിച്ചോ. ഇത് ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബിന് മുമ്പ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിലെ ആദ്യത്തെ സമാഹാരമായ മുവത്തഇദ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രചിക്കുമ്പോ അത് പഠിക്കാൻ വേണ്ടി മദീനയിൽ ചെന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വലം അറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാറ മുജസ്സസാ. ജസ്മിന്റെ ഹർഫായ ലമ്മ മുദാരിയായ ഫിഅലിന്റെ മുന്നിൽ വരുമ്പോ മാലിയുടെ അർത്ഥം കൊടുക്കണമെന്നല്ലേ മുസ്ലിയാരെ? ഷാഫി ഇമാം പറയുന്നു, വലം അറാ, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഖുബൂറൽ മുഹാജിരീന വൽ അൻസാറ, മുഹാജിറുകളുടെയോ അൻസാറുകളുടെയോ ഖബറുകള് മുജസ്സസ, അതിനെ സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ ഷാഫി ഇമാം കിതാബുൽ ഉമ്മ പറതി ബുദ്ധിമുട്ടണ്ട, കണ്ടിട്ടും കാണാത്ത പോലെ കണ്ണടക്കണ്ട. 1-ാം വോള്യത്തിലെ 424-ാമത്തെ പേജിലാ ഇല്ലേ? അപ്പൊ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് സ്വഹാബത്തിന്റെ ഖബറൊക്കെ പൊളിച്ചു കളഞ്ഞു, ജാറൊക്കെ പൊളിച്ചു കളഞ്ഞു. ഇസ്ലാമിക ശരീഅത്തിന്റെ രാജ്യമുള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും? പടുത്തുയർത്തിയ ഖബറുകൾ കണ്ട നിരത്തും. അതെന്നല്ലേ അവിടെ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, ഉമർ മൗലവിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് മുപ്പർ പറഞ്ഞു, ഇവിടുത്തെ ഭരണം കിട്ടിയാൽ ഗതാഗത മന്ത്രി എന്നാക്കണം, ഇവിടുത്തെ റോഡ് സൈഡിലുള്ള ജാറങ്ങളൊക്കെ പൊളിക്കാനാണ്. മൊയിലേര് ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബർസ്ഥാൻ എവിടെങ്കിലും ഉണ്ടാവും, ജാർ മാത്രം റോഡ് സൈഡിൽ ഉണ്ടാവും. അതങ്ങനെ അതിന്റെ റോഡ് സൈഡിൽ ഒരു വായ ഉണ്ടാവും, നേർച്ചപ്പെട്ടി, ദാനം ആപത്തുകളെ തടയും. അതിനുള്ളതാണ്. നിങ്ങളാ ഇവിടെ മാത്രമൊന്നുമില്ല, വാഗമണിൽ പോയാൽ ഒരു തങ്ങൾപ്പാറുണ്ട്. 3 മല ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് വേണം ഓരോ ഏക മയ്യത്തിനെ പാറക്കടി കൊണ്ടിട്ട് മറവി തേക്കണേ. ഒരു ഖബർസ്ഥാൻ ഇല്ലാത്ത നാട്ടിലും കൊണ്ടുപോയി മറവിയും. ഇവിടെ നിന്ന് എണിച്ചിട്ട് വലിയ പറയും, ഇവിടെ എനിക്ക് പറ്റിയില്ല, അപ്പുറത്ത് പോയി കിടക്കും. ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? പ്രിയമുള്ളവരെ, ആ ഖബറുകളെ തകർക്കണമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തന്നെയാണ്. അത് പോയിട്ട് ജനാധിപത്യ രാജ്യത്തിൽ ചെയ്യണമെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ മുജാഹിദുകൾ അത് ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. ഇനി നിങ്ങൾക്കറിയോ, ഇവർ ഈ ജാറ വ്യവസായങ്ങളിലൂടെ ഉമ്മത്തിനെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? സ്ക്രീനിലൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. പ്രിയമുള്ളവരെ, മാരകമായ പല കാഴ്ചകളും ഈ ഉമ്മത്തിനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്ന. ശ്രദ്ധിച്ചോ, സ്ക്രീനിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. പാവപ്പെട്ടതായ മനുഷ്യർ വന്ന് തേങ്ങിക്കരയുന്നത് എവിടെയാ? ഖബറുകളുടെ മുമ്പിലാണ്, ചാരങ്ങളുടെ മുമ്പിലാ. അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ഇതാ ഉയർത്തിവെച്ച ഖബറുകളുടെ മുന്നിൽ വന്ന് ചോദിക്കുന്ന
ദാരുണമായ രംഗങ്ങളെ അവിടെ നിങ്ങൾ കാണുന്നുവെങ്കിൽ മാത്രമല്ലാട്ടോ, ആ ഖബറുകളെ ഇതാ മനുഷ്യരിങ്ങനെ തവാഫ് പോലും ചെയ്യുന്ന രംഗങ്ങളെ, അവിടെ വന്ന് ചുംബിക്കുന്ന രംഗങ്ങള്, മാത്രമല്ല അതിന്റെ മേലെ കുനിഞ്ഞിരുന്ന് ചുംബനങ്ങൾ നടത്തുമ്പോ എന്ന് പറയുന്ന കിതാബിലോട് ഇബ്നു ഹദർ ശക്തമായി എതിർത്ത മേഖലകളാ ഇവിടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലോ പാവപ്പെട്ട മനുഷ്യരാണ്, ദീനറിയാത്തവരാണ്. പ്രിയമുള്ളവര്, പുഷ്പങ്ങളെ വരെ കൊണ്ടുപോയിടുന്ന കേരളത്തിലൂടെ ഇവിടെ വന്ന് സംസാരിച്ച മുസ്ലിയാരുടെ നേതാക്കന്മാർ പൊന്മള വരെ ഫത്വ കൊടുത്തില്ലേ? ഇത് യുപിയിലുള്ള കാഴ്ചയാണ്. പുറത്തുള്ള കാഴ്ചകളാണെങ്കിലോ ഇവിടെ വരെ പൂക്കലിടാനുള്ള അനുമതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലോ മാത്രമല്ല, പാവമുള്ള മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അള്ളാന്റെ കഅബാലയത്തിന് തവാഫ് ചെയ്യുന്ന പോലെ അങ്ങിതാ ഖബറുകളെ തവാഫ് ചെയ്യുന്ന ദാരുണമായ രംഗങ്ങളാണെങ്കിലോ ആരാ ഉമ്മത്തിനെ ഇവിടേക്ക് വളർത്തിക്കൊണ്ടുവന്നതാരാ? പ്രിയമുള്ളവരെ, ആരാധനകളുടെ കോലങ്ങളാണ്. ഖബറിന്റെ അവിടെ കൊളുത്തി വെച്ചുള്ള നിലവിളക്കുകളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോ, നിലവിളക്കുകളിലേക്ക് വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ ഉയർത്തിവെച്ച ഖബറുകള്, അതിന്റെ ചാരത്ത് നിലവിളക്കുകളോ, പുത്തരിപ്പാടത്ത് വള്ളികള്, നാട്ടുകല്ലിലെ കല്ലുകളോ കാണാം. ഓരോന്നും സ്ക്രീനിലായിട്ടോ. നാട്ടുകല്ലിലെ പള്ളിയാണ് നിങ്ങൾ കാണുന്നതെങ്കിലോ കല്ലിനോട് വരെ ആദരവ് കാണിച്ചില്ലേ? ചവിട്ടരുതി എന്ന് പറഞ്ഞ് കല്ല് വെച്ചിട്ടോ എന്തിനാ ആളുകൾ റോഡിലൂടെ പോകുമ്പോ പണമെറിഞ്ഞു കൊടുക്കുകയാണ്? പ്രിയമുള്ളവര്, ഇത്തരം ദാരുണമായ അവസ്ഥകളിലൂടെ ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോ എന്തിനേറെ നേതാക്കന്മാർ വരെ സാധാരണക്കാരല്ല, ഇവരുടെ വലിയ നേതാക്കന്മാരാ ഖബറിന് മുമ്പിലോ സുജൂദ് ചെയ്യുന്ന ദയനീയമായ രംഗങ്ങളോ, സുജൂദിന്റെ രൂപത്തിലൂടെ കിടക്കുന്ന ദയനീയമായ രംഗങ്ങളോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോർത്തോ. നിലവിളക്കിന്റെ ഹുക്മെന്താ ഇസ്ലാമിലോട്? അസ്സവാദറൻ കബായിർ എന്ന് പറയുന്ന കിതാബിലോ ഇബ്നു ഹജർ തന്നെ പറയുന്നുണ്ട്, വയജിബു ഇസാലത്തു കുല്ലു കിന്ദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ. ഖബറിന്റെ മേലെയുള്ള വിളക്കുകളാണോ നിലവിളക്കുകളാണോ നീക്കം ചെയ്യൽ നിർബന്ധമാ. വലാ യസിഹു വഖ്ഫുഹു വനദറുഹു, അതിനെ നേർച്ചയാക്കലോ വഖഫ് ചെയ്യലോ സ്വഹീഹല്ല. അതേ ഇബ്നു ഹജർ തന്നെ പറയാണ്, ഉയർത്തിവെച്ച ഖബറുകളെ കുബ്ബകളെ പൊളിക്കുന്നതിന്റെ ഹുക്മെന്താ? അതിനെ പൊളിച്ചു കളയാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ്. ഖബറിന്റെ മേലെയുള്ള കുബ്ബകളാണോ അതിനെയും നിങ്ങൾ പൊളിച്ചു കളയൽ നിർബന്ധമാണ്. ഇത് അത് മസ്ജിദുൽ ദിറാറിനെ കാണും അപകടമുള്ളതാണ്. അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ജൂതന്മാരെ പടുത്തുണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനെക്കാളും അപകടമുണ്ട്. മസ്ജിദുൽ ദിറാറിനെക്കാളും അപകടമുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ ISIS ആണോ? ഇബ്നു ഹജർ തങ്ങൾ ഖവാരിജാണോ? പ്രിയമുള്ളവരെ, ഇതിൽ എന്തേ നിലപാടുള്ളൂ? ഇസ്ലാമിന് പറയും ഖബറുകളെ ഉയർത്തിവെച്ച ഖബറുകൾ. വിഗ്രഹമുണ്ടോ ഇസ്ലാമിലില്ല. ഒരു മുസ്ലിം വീട്ടിലാണ് വിഗ്രഹം ഉള്ളെങ്കിൽ മാറ്റും, അള്ളാന്റെ പള്ളിയിലാണ് വിഗ്രഹം ഉള്ളെങ്കിൽ മാറ്റും. എന്നാൽ ഒരു ഹൈന്ദവൻ അമ്പലത്തിലെ അതിനെ ആരാധിക്കുമ്പോ ജനാധിപത്യ രാജ്യം അവന്റെ അവകാശമാണ്. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ല, അവരെ നമ്മൾ ചീത്ത പറയില്ല. ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയില്ല, കാരണം അത് പറയാൻ പാടില്ലാത്ത വിഷയം. ഇതല്ലേ മുജാഹിദുകൾ ആ വിഷയത്തിൽ എടുത്തുള്ളൂ. ഇസ്ലാമിക ശരീഅത്താണോ, ഇസ്ലാമിക ആ രാജ്യത്ത് നടപ്പാക്കുന്ന രാജ്യം ഇസ്ലാമിക രാജ്യമാണോ, ആ രാജ്യത്തിന് പൊളിച്ചു കളയാനുള്ള അവകാശമുണ്ട്. ഇത്രയല്ലേ ആ വിഷയത്തെ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇവർ IS ആണ് ഖബറിനെ പൊളിക്കാൻ. എത്ര ജാർ അവിടെ മുജാഹിദേര് പൊളിക്കാൻ വേണ്ടി നടക്കണേ ഉണ്ടോ പ്രിയമുള്ളവരെ? അപ്പൊ ഇതൊക്കെ ഇതിന്റെ പേരിൽ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമല്ല, ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സാമ്പിൾ കുറച്ച് കാര്യം സമയത്തിന്റെ പരിമിതി നിന്നിട്ട് പറയാൻ. ഖബറിന്റെ അനാചാരങ്ങൾ കൊട്ടക്കണക്കിന്. ഇനി പിന്നെ ഇവര് പറയുന്നത് ഇത് ഈ ഖബറൊക്കെ പൊളിച്ചു കളയാൻ വന്ന ആളാരാ? ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബാൻ. അത് ശൈത്താന്റെ കൊമ്പാണ്, ശൈത്താന്റെ കൊമ്പാണ് ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. നോക്കണേ നിങ്ങള്,
അത് റസൂല് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കണ്, നജ്ദിന്റെ ഭാഗത്ത് ആ ശൈത്താന്റെ കൊമ്പ് വരും, അത് ഫിത്നയുടെ നാടാണ്. അയാളാണ് ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് ആരോപണം നടത്തുന്നവരെ. പ്രിയമുള്ളവർ, ഒരാൾക്ക് അറിവില്ലാതെ സംസാരിച്ചു എന്ന് വരാ. അറിവ് കിട്ടിയിട്ടും പിന്നീടും മനഃപൂർവ്വം ഇയാള് തോട്ടശ്ശേരി അറയില് മറുപടി പറഞ്ഞു. അതിനും നമ്മൾ മറുപടി കൊടുക്കുമ്പോ പറഞ്ഞു, ഇവിടെ നിങ്ങൾ നോക്കി തൊട്ടപ്പുറത്തെ നാട്ടിൽ വന്നു, ഇന്ന് എന്റെ വീടിന്റെ മുന്നിലും അയാൾ സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ 3-ാം തീയതി മറുപടി കൊടുക്കും അദ്ദേഹത്തിന്. ഇവിടെ നടത്തിയ അതേ പ്രസംഗത്തിന്റെ പേസ്റ്റ് അവിടെ കോപ്പി, കട്ട് ആൻഡ് പേസ്റ്റ് നമ്മുടെ മക്കൾ പഠിക്കൂലേ, അത് ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് മറുപടി കിട്ടി അപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇതല്ലാതെ മാറ്റമൊന്നുമില്ല. ഇത് ആളുകൾക്ക് അബദ്ധത്തിൽ ചിലപ്പോ അറിയാതെ ആ വിഷയം മനസ്സിലാകാതെ വന്നേക്ക്. ഇത് കിട്ടിയിട്ടും പിന്നെയും പറയുമ്പോൾ ഇവർക്ക് പരലോകം പേടിയില്ലേ. അതുകൊണ്ട് ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബിന് ശൈത്താന്റെ കൊമ്പെന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞങ്ങൾ ശൈഖ് അബ്ദുൽ വഹാബാണ് അവസാന വാക്കെന്ന് പറയണവരോ, ശൈഖ് അബ്ദുൽ വഹാബ് അവിടെ നിന്ന് മഅസൂമാണെന്ന് വാദിക്കണവരോ ഒന്നല്ല. ഞങ്ങളുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അദ്ദേഹം മഹാപണ്ഡിതനാണ്, അത്ര നമ്മൾ പറഞ്ഞുള്ളൂ. ഹറമിലെ ഖുത്ബകളിൽ വരെ ഈ അടുത്ത കാലത്ത് AP സമസ്തയെന്ന് കൂടാരം വിട്ടുപോയ മുഹമ്മദ് രാമന്തലി എന്ന് പറയുന്ന സംവാദ മീഡിയേറ്റർ പൊളിച്ചടക്കിയില്ലേ ഈ വഹാബീനെ, ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബിനെ പുകഴ്ത്തി പറയുന്നവരോട് AP ക്കാരുടെ കൂട്ടുകെട്ടിന്റെ ചങ്ങലകൾ പറഞ്ഞിട്ട്. പിന്നെ എന്തിനാ അവിടെ വന്ന് നാടകം കളിക്കണേ? സമയത്തിന്റെ പരിമിതി കൊണ്ട് കാണിക്കാത്തതാണ്. അദ്ദേഹം സാധാരണ ഒരു വരവാണ് പതിവ്, നിർബന്ധ സാഹചര്യങ്ങൾ 2ാമത്തെ വരവ്, അതോടെ ഫുൾ സ്റ്റോപ്പാണ്. അള്ളാഹ് തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 14 ദിവസത്തെ സൗദി യാത്ര ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന് റമദാന്റെ ഇടയിൽ അദ്ദേഹം വരികയാണെങ്കിൽ അടുത്ത വരുന്ന അപ്പം തരാം. നമുക്ക് പ്രമാണങ്ങളെ പഠിക്കാം. നിങ്ങളെ പോലെ പിന്നെ മോശമായി പറയാനോ അറ്റാക്ക് ചെയ്യാനോ നമ്മളില്ല. പ്രമാണങ്ങളെ പറയും. ഇപ്പൊ കണ്ടില്ലേ, തെളിവുകൾ പറഞ്ഞിട്ട് കാര്യം ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി പറയണ ആ രംഗം നിങ്ങളൊന്ന് കാണാം. ജനിച്ചത് നജിദിലാണ്. ഈ നജിദിനൊരു പ്രത്യേകതയില്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന. നജിദിൽ നിന്നുള്ള സ്വഹാബത്ത് അവിടെയുണ്ട്. യമനിന് വേണ്ടി, ഷാമിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി മുത്തുനബി തങ്ങൾ പ്രാർത്ഥിച്ചപ്പോ നജിദിലെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ നജിദിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുത്തുനബി തങ്ങൾ പ്രാർത്ഥന ആവർത്തിച്ചു. നജിദ് ഒഴിവാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അവസാനം നജിദ് ഒഴിവാക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത് എന്താ ഹദീസിലുള്ളത്, ഹുനാക സലാസിലു വൽ ഫിതനു വബിഹായത്തുൽ ഖർനു ശൈത്വാൻ. അവിടെയാണ് ശൈത്താന്റെ ചിന്ത പൊട്ടിമുളക്കുന്നത്. ഭീകരതയുടെ ഉത്ഭവം അവിടെയാണ്. ഈ നജിദിൽ ജനിച്ച വ്യക്തിയാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ഏറ്റവും വലിയ പൊള്ള്. ഓക്കേ, ആ നജിദിന്റെ വിഷയം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഷാമിന് വേണ്ടി, യമനിന് വേണ്ടി ദുആ ചെയ്തപ്പോ അവിടുന്ന് നജിദിന് വേണ്ടി ദുആ ചെയ്തില്ല. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇതെവിടെ നിന്നായി ഹദീസ് ഉദ്ധരിച്ചത്? മദീനയിൽ വെച്ചുകൊണ്ടാണ്. മദീനയിൽ വെച്ചുകൊണ്ടാ അവിടുന്ന് മുത്ത് റസൂൽ പറഞ്ഞു, അവിടെയാണ് ഹുനാക സലാസിൽ വൽ ഫിതൻ, ഫിതനകളും പ്രകമ്പനങ്ങളും അവിടെയാണ്. അവിടെയാണ് യത്ലു ഖർനു ശൈത്വാൻ, ശൈത്വാനിന്റെ കൊമ്പ് മുളക്കുന്നതും അവിടെയാണെന്ന് മുത്ത് റസൂൽ പറയുന്നു. പ്രിയമുള്ളവരെ, ഹദീസ് സ്വഹീഹാണ്. 12ഓളം നജിദുകൾ കാണാം നമുക്ക്. ഉയരമുള്ള പ്രദേശമെന്ന അതിന്റെ അർത്ഥം. നോക്കണേ നിങ്ങൾ, സൗദി അറേബ്യയുടെ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെ ഹിജാസ് എന്നും റിയാദിന്റെ ഭാഗങ്ങളെ നജിദ് എന്നും വിളിച്ചിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഹദീസിനെ നിങ്ങളാരും സ്വന്തമായി വ്യാഖ്യാനിക്കണ്ട. സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ അവിടെ നിദാ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശറഹുൽ ബുഖാരി എന്ന് പറയുന്ന ബുഖാരിക്ക് മറ്റൊരു ശറഹ് എഴുതിയ കിർമാനി കൊടുത്തിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങളെ അതുപോലെ ഇമാം ഖത്താബി കൊടുത്തിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങള് കണ്ടിട്ടും മനഃപൂർവ്വം തള്ളിക്കളയുന്നവരെ, ഏതാണ് ഈ നജിദ് എന്നറിയുമോ നിങ്ങൾക്ക്? ഫത്ഹുൽ ബാരിയിലൂടെ കാണാം. ഫത്ഹുൽ ബാരിയിലൂടെ കാണാ ഖാല ഇബ്നു അബ്ദുൽ ബർ അൽ ഇറാഖ്. ആ നജിദ് ഏതാണെന്നറിയുമോ? അത് ഇറാഖാണ്. ഇറാഖാണ്, ഇറാഖാണ്. വകദാലിക അക്സറുൽ ഫിത്നതി,
وكيف أخبر صلى الله عليه وسلم عن إقبال الفتنة من ناحية المشرق. അള്ളാന്റെ മുത്തറസൂല് പറഞ്ഞത് കിഴക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഫിത്ന കടന്നു വരിക എന്നാണ്. കിഴക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഉത്ഭവം എന്നാണ്. വകദാലിക അക്സറുൽ ഫിത്നതി മിനൽ മശ്രിഖി, മശ്രിഖിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് നിന്ന് അവിടെ നിതാ ധാരാളം ഫിത്നകൾ അപ്രകാരം വന്നിട്ടുമുണ്ട്. അവിടെ നിന്ന് പറയാണ് വബിഹാ കാനത്ത് നഹ്വൽ ജമലി വസ്ഫീൻ വഖത്ലുൽ ഹുസൈൻ. സിഫീൻ യുദ്ധം നടന്നത് അവിടെയാണ്, ജമൽ യുദ്ധം നടന്നത് അവിടെയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതും അവിടെ തന്നെയാണ്. മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധങ്ങള്, ആയിഷ ബീവി വരെ പങ്കെടുക്കേണ്ടി വന്ന യുദ്ധങ്ങള്, അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത് ആ നജ്ദിന്റെ പ്രവിശ്യകളിലാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഫതുൽ ബാരിയുടെ ഇറാഖിന്റെ മേഖലകളിലൂടെ നാഹിയത്തുൽ ഇറാഖ്, ഇറാഖിന്റെ മേഖലകളാണ്. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി പോലും എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇതിന് മൊയിലാർ ഇവിടെ വന്ന് കള്ളം പറയാ, അതുകൊണ്ടും തീർന്നില്ല. ഇനി ഇവര് പറയുന്നത് ഇവര് മലയാള പുസ്തകം വായിക്കണവര്, സ്വന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണവര്. മൊയിലേരല്ല ഇവിടെ വന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറയും, ഇവിടെ വന്ന മൊയിലേർക്ക് ധൈര്യം ഉണ്ടോ? ഒരു ക്ലാസ് നമ്മൾ തരാം സൗദി അറേബ്യയിൽ, ഞങ്ങളുടെ ജാലിയാത്തിന്റെ ഏതെങ്കിലും ഒരു സെന്ററുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് അവിടെ ഒന്ന് ഉദ്ധരിക്കും. അവിടുത്തെ മുത്തവന്മാരെ രണ്ടാളെ മുന്നിൽ വരുത്തി തരാം. എന്നിട്ട് നിങ്ങൾ പറയണം ഷെയ്ഖ് അബ്ദുൽ വഹാബാണെന്നൊക്കെ പറയും. അപ്പൊ അറിയില്ല വിവരെന്താ. നിങ്ങൾ അവിടൊക്കെ ഇവര് സലഫിയാണ്, പിന്നെ തൗഹീദിന് വേണ്ടി പോരാടുന്നവരാണ്, ഇസ്തിയാസ ചെയ്യുന്നവരോട് തെറ്റെന്ന് പറയുന്നവരാന്ന് പറഞ്ഞ് പിരിവെടുക്കാൻ നടക്കുന്നവരല്ലേ. ഇതിവിടെ മാത്രമല്ല, അടുത്ത നോക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ. ഖിർമാൻ ശറഹുൽ ബുഖാരിയിൽ പറയാണ്, അതിന്റെ 24-ാമത്തെ വോള്യത്തിലെ 168-ാമത്തെ പേജിലൂടെ കാണാം, വമൻ കാന ബിൽ മദീനത്തി തയ്യിബ, ഒരാൾ മദീനയുടെ ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ കാന നജ്ദ് ബാദിയത്തുൽ ഇറാഖ്, അവന്റെ നജ്ദ് ഇറാഖിന്റെ ഭാഗത്താണ്. മദീനയിൽ ഇരുന്നിട്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അവന്റെ മശ്രിഖോ, അവന്റെ കിഴക്ക്, അവന്റെ നജ്ദ് ഏതാണെന്നറിയോ? അത് ഇറാഖാണ്, അത് ഇറാഖാണ്, ഇറാഖാണ്. ഇന്നും കെട്ടടങ്ങിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ISIS പോലും അവിടുന്ന് തന്നെയല്ലേ? അല്ലേ പ്രിയമുള്ളവരെ? തീർന്നിട്ടില്ല. നോക്കണേ, അവിടെ നിന്ന് പറയാണ്, കിർമാന് തന്നെ പറഞ്ഞു, വഹിയ മശ്രിഖു അഹ്ലിഹാ, ആ മദീനക്കാരായ ആളുകളുടെ കിഴക്ക് ഭാഗമാണ് ആ ഇറാഖ്. വീണ്ടും അവിടെ നിന്ന് ഇമാം ഖത്താബി രേഖപ്പെടുത്തുന്നത് കാണാം, നജ്ദി എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, മിൻ ജിഹത്തിൽ മശ്രിഖി വമൻ കാന ബിൽ മദീന, അത് കിഴക്ക് ഭാഗമാണ്. ഒരുവൻ മദീനയിലാണെങ്കിൽ കാന നജ്ദുഹു ബാദിയത്തുൽ ഇറാഖ് വനവാഹിഹാ, അവന്റെ നജ്ദ് ഇറാഖാണ്, അതിന്റെ പരിസര പ്രദേശങ്ങളാണ്. വഹിയ മശ്രിഖു അഹ്ലിഹാ, ആ മദീനയുടെ ആളുകളുടെ കിഴക്ക് ഭാഗം ആ നജ്ദാണ്, ഇറാഖാണ്. ഇതാർക്കാ ബോധ്യപ്പെടാത്തെ? എന്നിട്ടും ചാർത്തിക്കൊടുത്തു ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ്, മൂപ്പരാണ് നജ്ദിന്റെ ആള് എന്നുള്ളത്. ഇതൊക്കെ കള്ളങ്ങളാ. ഇതുപോലെ പറയണ വലിയൊരു പൊള്ളില്ലേ. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിന്റെ സമാപനത്തിൽ ഞാൻ പറഞ്ഞു, അള്ളാന്റെ റസൂല് സാധാരണ മനുഷ്യനല്ല. ഇവർ മുജാഹിദുകൾക്ക് നേരെ നടത്തുന്ന ആരോപണമാണ്. ഒരു പറയുമ്പോ ഇങ്ങനെ സാധാരണ മനുഷ്യൻ, ആ ദാ അങ്ങടെ പോവാന്നറിയില്ല. അള്ളാന്റെ മുത്ത് റസൂല് സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്ത. അലവി സക്കാഫി അടക്കമുള്ള ആളുകൾ കട്ടുമുറിച്ച ലേഖനങ്ങളല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളല്ലേ പറയാ, അള്ളാന്റെ മുത്ത് റസൂല് സാധാരണ മനുഷ്യനല്ല. ആ റസൂലുള്ളാഹിന്റെ മുടിക്ക് വരെ ബർക്കത്തുണ്ട്. പിന്നെ മുടിപ്പള്ളിയിൽ എതിർത്ത് സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളത് വിറ്റ് പൈസക്കലും കള്ളമുടി കച്ചവടങ്ങൾ നടത്തുമ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് ജനതയിലേക്ക് കൂടുതൽ വ്യാഖ്യാനത്തിലേക്കൊന്നും പോണില്ല. ഇവിടെ വന്നിട്ട് മൂപ്പരെ സമർത്ഥിക്കുക അങ്ങനൊക്കെ പറഞ്ഞാൽ ഇവര് സാധാരണക്കാരാക്കുന്നവരാ. പ്രിയമുള്ളവരെ, 1951 കാലഘട്ടങ്ങളിൽ വരെ മുജാഹിദുകൾ പറഞ്ഞത് EK സമസ്തയുടെ മുമ്പില് മുടിയുടെ പേരിൽ കുടുങ്ങിയപ്പോ സാക്ഷാൽ പേരോടിന്റെ നാവിൽ നിന്ന് തന്നെ വന്നു പോയി. ആ വിഷയത്തിലുള്ള മുജാഹിദുകളുടെ നിലപാടെന്താ? ഉമർ മൗലവിയുടെ നിലപാടെന്താ? പറയട്ടെ, പേരോട് തന്നെ പറയട്ടെ.
അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. അപ്പൊ താൽക്കാലിക ജയാണ് ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് ഏത് കാലത്തെ മുജാഹിദുകൾക്കുള്ള വാദം സൽസബീലിലെ ഉമർ മൗലവി എഴുതി വച്ചിട്ടുണ്ട്. റസൂലുള്ള സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവൻ കാഫിറാണ്. ഞങ്ങൾക്കുള്ള വിശ്വാസത. നിങ്ങൾ ഇവിടെ വന്ന ആൾക്കാരെ പറ്റിച്ച് ആരെ ജയിക്കാനാ പ്രിയമുള്ളവരെ? ഇവിടെ വന്നിട്ട് നമുക്കത് പറഞ്ഞിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ല നിങ്ങൾക്ക് എന്തേലും ഇനി എന്തെങ്കിലും നിങ്ങൾ മേടിച്ചാലും ആഖിറത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകും, കബറേക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകും. പ്രിയമുള്ളവർ, അവനവന്റെ ആഖിറാന്ന് കരുതിയിട്ടൊന്ന് സത്യം പറഞ്ഞോട് ജനങ്ങളോട്. ഇതൊന്നും ക്ലിപ്പിംഗ് ഇട്ട് പറയാൻ ആഗ്രഹിച്ചൊന്നല്ല, പക്ഷെ അത് നിർബന്ധിതമായി പോയി, അതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ എത്രയും സമയങ്ങളിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയായിരുന്നു. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ പ്രസംഗം മാത്രം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈ ക്ലിപ്പിങ്ങിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഉദ്ധരിക്കണ തെളിവുകളെ ഉസ്താദ്മാരങ്ങളോട് പറഞ്ഞിട്ട് എന്താ പറയണേ? എത്ര തെളിവ് ഉദ്ധരിച്ചു ഇവിടെ? ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ നബി സാധാരണ മനുഷ്യനല്ല, ആകാശലോകമായി ബന്ധമുള്ള നബിയാ, വഹിയുള്ള നബിയാ, മുഅ്ജിസത്തുള്ള നബിയാ. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടേ. ഇനി പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സംസാരത്തിൽ ഇവിടെ നമ്മൾ അക്കമിട്ട് നിരത്തിയ ഒരുപാട് കാര്യമുണ്ട്. അള്ളാന്റെ റസൂല് കളവ് പറയുന്നവനാണെന്ന് ഇവര് സിദ്ദീഖ് മൗലിദിലൂടെ പറഞ്ഞു. ബദരീങ്ങളെ നിന്ദിച്ചു. ബദർ ബൈത്തുകളോടെ സാക്ഷാൽ ശിർക്ക് വരെ പഠിപ്പിക്കുന്നുണ്ട് മാലമൗലിദുകളോടെ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ ഇവർ ജനങ്ങളോട് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മാലയും മൗലിദൊക്കെ അല്ലേ മുജാഹിദുകൾ ചർച്ച ചെയ്യാ, അത് നിങ്ങൾ ചർച്ച ചെയ്യണ്ട, മാപ്പിളാര് ചർച്ച ചെയ്തോളാം. കാരണം ഇവർക്കറിയാ തൊട്ടാല് പൊള്ളുമെന്നറിയാം. പക്ഷേ മുതുകത്തുനിന്ന് പോകൂല മൊയിലാരെ. ഇവിടെ ആള് പറയുന്ന ആ ഭാഗം ആദ്യം ഒന്ന് കേൾക്കൂ. കേരളത്തിലെ വിധേയത്തേര് തെരുവിലൊക്കെ ചർച്ച ചെയ്യാം മാല, മൗലിദ്, റാത്തീബ്. അത് മാപ്പിളാര് ചർച്ച ചെയ്തോളാം. നമുക്ക് ഇവരുടെ അടിസ്ഥാനമാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ പ്രസ്ഥാനമാര് അടിസ്ഥാനം ചർച്ച ചെയ്ത് നിങ്ങൾ തകരും. കാരണം 901 മുതൽ നമ്മളുണ്ട് ഇവിടെ. 906 നിങ്ങൾ തട്ടിക്കൂട്ടിയതാണ്. നിമിഷങ്ങൾക്ക് വെച്ച് ഓന്ത് മാറും പോലെ ആദർശന്മാർ. നിങ്ങളൊരു പൊട്ടിയില്ലേ, 2 ആയില്ലേ, 3 ആയില്ലേ, 4 ആയില്ലേ? നിങ്ങൾ 23 ആയത് വേണേ ചാർട്ട് വെച്ച് ഞാൻ എണ്ണിത്തരാം. എത്ര തൊരീക്കത്തുണ്ടായി? അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ഇവിടുന്ന് അങ്ങോട്ട് പോയി. AP, EK, AP-യിൽ എന്നെ പൊട്ടാനിരിക്കണവരും പൊട്ടിയവരും EK-യിൽ എന്നെ തൊരീക്കത്തെ പ്രസ്ഥാനങ്ങളിലേക്ക് പോയവര്. ഇനി അവിടെ നിന്ന് നൂരിഷ ഖാദരി എങ്ങനെ എണ്ണാണെങ്കിൽ ഒരുപാടുണ്ട്. മൊയ്യദ്ദിമാലി റിഫായും താലും തന്നെ ഫൈറ്റല്ലേ? മാലി മൗലിദ് ഇവിടെ ചർച്ച ചെയ്യണ്ടെന്ന്. അതിന് കാരണം എന്താ അറിയോ? ചർച്ച ചെയ്താലേ ഇവരുടെ അടിമണ്ണ് ഒലിച്ചു പോകുന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് വല്ലപ്പോഴും അതുകൂടെ ഒന്ന് കണ്ടോളി, എന്നിട്ട് പറയാം ബാക്കി. ഇത് വായിച്ചു. 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുള്ളൂ. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതൊന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ല. അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്.
തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പൊ ഉസ്താദെ ഇതിൽ തെറ്റുണ്ടെന്ന് നമ്മളെ വീട്ടുകാർക്ക് അറിയുന്നില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, പരിപാടി വെക്കണം. ഇല്ലേ ഒരു മിനിറ്റ്. ഒരു ചോദ്യം ഇത്രയും വർഷമായിട്ട് ഒരു 10-90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അലവി സഖാഫിയുടെ ഞെട്ടൽ ഇന്നുവരെ പോവാത്തൊരു സാധനം. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾക്ക് എന്റെ വോയിസ് ക്ലിയർ ആവണില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ നടിച്ചു നോക്കിയാലും മൊത്തം കിട്ടും. ആ നീളുള്ള പയ്യൻ അവിടുത്തെ റഹ്മത്തങ്ങാടി ഭാഗത്തുള്ള ആളാണ്. ആള് ചോദിക്കുന്നുണ്ട്, മൗലിദിലെ തെറ്റുണ്ട് എന്ന് അലവി സഖാഫിക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പൊ ആ പയ്യൻ ചോദിച്ചു, 90 വയസ്സായ എന്റെ വല്യമ്മ ഇത് ശരിയാന്ന് വിചാരിച്ച് ചൊല്ലിയതാണ്. എന്റെ വല്യമ്മ മരിച്ചുപോയാൽ കുറ്റുണ്ടോ കുറ്റല്ലേ? ആ മൂപ്പര് അവിടെ ഉരുള. പ്രിയമുള്ളവർ, നിങ്ങൾ നോക്കി യൂട്യൂബിലെ ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ സോഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യ്. ഇതിനേക്കാളും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാം. പ്രിയമുള്ളവർ, എന്താ വിഷയമെന്നറിയോ? ഇനിയും സഖാഫി ഇവിടെ വരുന്നുവെങ്കിൽ പറയാ, മൗലിദ് കിതാബിലെ ആദ്യത്തെ പേജിങ് മരിച്ചാല ജാല മുഹമ്മദ് മൗലിദ് അള്ളാന്റെ റസൂല് മണ്ണ് വാരി എറിയുമ്പോ അവിടെ ഇതാ 12,000 മുശ്രിക്കുകള് ബദറില് തോറ്റോടി പോയി. ഒരു വിഷയമാണ്. പിന്നെ പിടിച്ചപ്പം വായിച്ചിട്ട് പറഞ്ഞു 1000 ഓടി. പ്രിയമുള്ളവർ, ആകെ പങ്കെടുത്ത് 900-നും 1000-നും മധ്യേ 70 പേരെ ബന്ദികളാക്കി, 70 പേരെ കൊന്നുകളഞ്ഞു, 140 ലെസ് ചെയ്തു. ഇനിയും 1000 ഓടിയോ? മർക്കസിലെ മുദരിസായ അബ്ദുൽ അസീസ് സഖാഫി പുറത്തിറക്കിയ മൗലിദില് അള്ളാന്റെ മുത്ത് റസൂല് നുണ പറയുന്നവനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാന്റെ മദ്ഹാണോ? സിദ്ദീഖ് സഖാഫിനെ കൊണ്ടുവരാൻ ആർജവമുള്ളവരാണെങ്കിൽ പറയും, നിങ്ങളെ ഇതിനുള്ള മറുപടി പറ. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജ് പോകുമ്പോ അള്ളാഹ് പിഴച്ച് കോണിയുമെന്ന് താഴെ വീണവനാണെന്ന് നിങ്ങൾ എഴുതി വച്ചില്ലേ? മൊയ്തീൻ ഷേഖ് ഷോൾഡർ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തതാണെന്ന് നിങ്ങൾ എഴുതി വച്ചില്ലേ? പ്രിയമുള്ളവരെ, കാഫ് മലയെന്ന് ഔലിയാക്കളെ കൊണ്ടുവന്നിട്ട് മുഹിയുദ്ദീൻ ഷേഖ് തലക്ക് ചവിട്ടുന്നവനാണ് എഴുതി വെച്ചിട്ടില്ലേ നിങ്ങള്? ഇനി സാധാരണക്കാരന് അറബി അറിയാത്തവന് വേണ്ടി പറയാണ്, മുഹിയുദ്ദീമാല റിഫായിമാല ഇന്ന് തന്നെ ആലോചിച്ചോ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചിന്തിച്ചോ, ഇത് ആഖിറത്തിന്റെ വിഷയമാ, ആഖിറത്തിന്റെ വിഷയമാ. ഔലിയാക്കളെ തമ്മിത്തല്ലിക്കുന്ന മാലകള്. പ്രിയമുള്ളവരെ, മുഹിയുദ്ദീൻ മാല പറയാ എല്ലാ അദൃശ്യം മുഹിയുദ്ദീൻ ഷേഖിനറിയാ. സഖാഫി മറുപടി പറയുമ്പോ വരി എണ്ണി ബുദ്ധിമുട്ടുണ്ട. മുഹിയുദ്ദീൻ മാല 102 മുതൽ 109 വരെയുള്ള വരികളാണ്. റിഫായി മാലയിലെ ഡിസോർഡർ ആണ്. മുഹിയുദ്ദീൻ മാലയിൽ പറയാ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകാമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ എല്ലാ അദൃശ്യം ഞാൻ അറിയും. അപ്പൊ റിഫായിമാല പറഞ്ഞു, ആളെ കണ്ണിന്റെ മേലെ ഞാൻ കയറിയിരുന്നു, എന്നെ കാണാൻ പറ്റിയില്ല. മുഹിയുദ്ദീൻ മാല പറഞ്ഞു, 4 കിതാബും ഞാൻ ഓതി പഠിച്ചു. അപ്പൊ റിഫായിമാല പറഞ്ഞു, 4 കിതാബും ഞാൻ ഓതാതെയാണ് പഠിച്ചത്. മുഹിയുദ്ദീൻ മാല പറഞ്ഞു, ഞാൻ വാപ്പാടെ മുതുകത്താകുമ്പോ ഔലിയാക്കളുടെ നേതാവായ കുത്തുബാണ്. റിഫായിമാല പറഞ്ഞു, ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസാ.
മുഹ്യിദ്ദീൻമാല പറഞ്ഞു ഭൂമി എന്റെ കയ്യിൽ ഉണ്ട് പോലെയാ. റിഫായിമാല പറഞ്ഞു മുഹ്യിദ്ദീന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ. ആലം 18,000 കൊണ്ടുവന്നാലും എനിക്കൊരു കാലടി വെക്കാൻ തികയൂല. ഈ ദുനിയാവൊക്കെ വിട്ട് അർശിന്റെ അവിടെ ചെന്നാൽ ഞാൻ ലൗഹ് നോക്കി പ്രസംഗിക്കും. മുഹ്യിദ്ദീൻമാല റിഫായിമാല പറയാ അർശ് വരെ പോകണ്ട, ഭൂമിയിൽ ഇരുന്നിട്ടേ ഞാൻ ലൗഹ് നോക്കി പ്രസംഗിക്കുന്നവരാണ്. പാടാത്ത സമയത്തിന്റെ കുറവുണ്ട്. ഒന്ന് എണ്ണിക്കോ, 102 മുതൽ 109 വരെ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടത് സാധാരണക്കാരനറിയില്ലേ. എന്നിട്ട് ഞങ്ങൾ ഓവർ എന്നിട്ട് നിങ്ങൾക്ക് ഉമ്മർമാലല്ലേ, ഉമ്മർ മൗലൂദില്ലേ. ഞങ്ങളുടെ ഇപ്പോൾ സദസ് തുടങ്ങുമ്പോൾ ഉമ്മർമാല പാടിയിട്ടാ തുടങ്ങി. എന്റെ വീട്ടിൽ നിന്ന് ഉമ്മർ മൗലൂദ് കഴിഞ്ഞ് ചോറുന്നിട്ടാ ഞാൻ വരുന്നേ. പൊള്ളു പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ പ്രിയമുള്ളവർ. മൂപ്പര് മൗലൂദായിട്ട് പാടി സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി. എന്നിട്ട് മൂപ്പര് പറയാ വലിദ ഉമർ ഖാലി ഫീ വലിയങ്കോദി. മൂപ്പര് അങ്ങോട്ട് പാടി. നിങ്ങൾക്ക് അതേ ശീലം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആരും ഒരു വീട്ടിൽ ഇന്ന് വരെ പാടിയിട്ടില്ല. ഇവിടെ ഈ പള്ളിയിൽ നിങ്ങൾ ഉമർ മൗലൂദ് കേട്ടേക്കണം ഇന്ന് വരെ. അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം എല്ലാ വ്യാഴാഴ്ച മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ഉമർ മാല. ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടമുള്ള പഴഞ്ചീരണി അങ്ങനുണ്ടോ? വെറുതെ ഓരോ പൊള്ളു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുക. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും മദ്ഹ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഒക്കെ മൗലൂദാ. എന്നിട്ട് അതെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാടിക്കൊടുക്കാം. ഉപ്പര് മൗലൂദായി പാടിക്കോട്ടെ, എന്ത് കിട്ടിയാലും പാടാനവർക്ക് പാടാലോ. നമ്മളെന്തായാലും ആ മാലി ആ പാടുന്നില്ലേ, അല്ലാത്ത മൗലൂദും പാടുന്നില്ലേ. കള്ളങ്ങൾ ഇഷ്ടം പോലെ, ഇത് ചെറുതൊന്നല്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, മുസ്തഫൽ ഫൈസി എഴുതിയ വ്യാഖ്യാനം മുഹ്യിദ്ദീൻമാലയുടെ ദീൻ താൻ വിളിച്ചോവർ, കുറച്ച് ഓവറായിട്ട് തന്നെ എഴുതിയത്. അബ്ദുൽ ഖാദർ ജീലാനി ചെരുപ്പില്ല നടന്നു വരുമ്പോൾ ഒരാൾ മരിക്കാനായിട്ട് കിടക്കുക. ഇവിടെ ഉണ്ട് കേട്ടോ കിതാബ്. ഞാനിവിടെ ടേബിളും സൗകര്യവും സമയം പ്രശ്നമുള്ളതുകൊണ്ടാണ് എടുത്തിങ്ങനെ വായിക്കാത്തത്. മുഹ്യിദ്ദീൻമാല സമ്പൂർണ്ണ പരിഭാഷ, പേജ് നമ്പർ 141, 26ാമത്തെ വരിയുടെ വ്യാഖ്യാനം. ചെരുപ്പില്ലാണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾ മരിക്കാനായിട്ട് കിടക്കുന്നു. അപ്പൊ അയാളെങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തി കയ്യൊക്കെ കൊടുത്തു. അപ്പോൾ ആൾക്ക് ഉന്മേഷ ഉഷാറൊക്കെ വന്നു. എന്നിട്ട് ആൾ പറയാ, ഞാൻ ദീനുൽ ഇസ്ലാം ആയിരുന്നു, മരിക്കാനായിട്ട് കിടക്കായിരുന്നു, നിങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹ്യിദ്ദീനാണ്. എങ്ങനെയുണ്ട് കോലം? ഇവര് പോരിശുണ്ടാക്കാൻ വേണ്ടി ദീനുൽ ഇസ്ലാമിനെ തല്ലിക്കൊന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, 26ാമത്തെ വയസ്സിൽ ഇറാഖിലെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഷെയ്ഖ് തന്റെ ഉസ്താദ് അല്ലാമ യൂസഫ് അയ്യൂബുൽ ഹമദാനിയുടെ നിർദ്ദേശപ്രകാരം ദഅവത്തിനിറങ്ങി. നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാ മുഹിയുദ്ദീൻ, ദീനിന്റെ പുനരുദ്ധാരകൻ. നമുക്ക് മൊയ്തീന്റെ കിതാബ് അറിഞ്ഞൂടെ? എന്താ മൊയ്തീന്റെ കിതാബ്? നമ്മൾ പറയും മുഹ്യിദ്ദീൻമാല, മുഹ്യിദ്ദീൻമാല കുത്തുബിയത്ത്. മുഹ്യിദ്ദീൻമാല കോഴിക്കോട്ടെന്ന്, കുത്തുബിയത്ത് തമിഴ്നാട്ടെന്ന്. മൊയ്തീന്റെ കൈപ്പട കൊണ്ടെഴുതിയ ഫതുർ റബ്ബാനി, ഫുത്തുൽ ലൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഒന്യത്തു താലിബീൻ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അത്? എന്നിട്ട് നമ്മൾ ഈ പറയണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ എതിർക്കുന്നുള്ളത് മദ്ഹിനെയല്ല, മദ്ഹ് പറയുന്നവർ തന്നെയാണ് ഞങ്ങള്. എന്നാൽ ഈ കാട്ടിക്കൂട്ടുന്ന റസൂലുള്ള നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് പുട്ടടിക്ക. റസൂലുള്ളാഹിന്റെ മിഅ്റാജിന്റെ പേരിൽ ഡസൻ കണക്കിന് നുണ പറഞ്ഞില്ലേ? മിഅ്റാജിൽ കിട്ടിയ ആപ്പിൾ പഴമാണത്രേ ഫാത്തിമ. എന്നിട്ട് 35ാമത്തെ വയസ്സിലെ ഫാത്തിമ ജനിച്ചു. മിഅ്റാജ് ഉണ്ടായത് 51ാമത്തെ വയസ്സില. അന്ന് കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് 35ാമത്തെ വയസ്സിലെ ഫാത്തിമ ജനിച്ചു. മൗലായ നിങ്ങൾ പാടിയില്ലേ? ആ ചീരനെ നമുക്ക് വേണ്ട. എന്നിട്ട് പറയാ, നമുക്ക് രണ്ടാൾക്കും ഞങ്ങള് ഷെയ്ഖ്, നിങ്ങൾ ഗുരു, എന്നിട്ട് ഒരുമിച്ച് ചീരനെ തിന്നണോര് തിന്നോളെ തിന്നാന്നുള്ള വിചാരമായിട്ട് നമുക്ക് എന്തായാലും ഹറാമിൻ്റെത് വേണ്ട. പ്രിയമുള്ളവർ, അള്ളാന്റെ മാർഗത്തിലല്ലാത്ത ഭക്ഷണം നമുക്ക് വേണ്ട. നിങ്ങൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, ഇവരിങ്ങനെ മാലിയും മൗലിദും കൊണ്ടുവന്ന് മോഡലാക്കി, ചാട്ടമാക്കി, ആട്ടമാക്കി 3 ഡിസ്കോ ഡാൻസിന്റെ മോഡലുകളാണ്. റാത്തീബിന്റെ പേരിൽ ഇതിന് ഏത് സഹാബത്തിന്റെ പാരമ്പര്യമാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുമാണോ നടുക്ക് നിന്ന് ചാടിയത്? സഖാഫി വരുമ്പോ പറയണേ, സ്വഹാബത്തിന്റെ പാരമ്പര്യമെന്ന് പറയണേ. കണ്ടോ നിങ്ങൾ ഇവരുടെ ഡിസ്കോ ഡാൻസ് റാത്തീബുകൾ?
അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതിൽ ഇനി വേറൊരു മോഡലും കൂടി ഉണ്ട്. ഇതിങ്ങനെ കുറെ ഉണ്ട്. ഉസ്താദ്മാര് പറയും ഇതിന് ഷാദുലി റാത്തീബ് എന്ന പേര്. AP സമസ്തക്കാര് വേണ്ടോളം നടത്തുന്ന റാത്തീബാണ്. പിന്നെ കുത്തറാത്തീബ് ഐറ്റംസ് വേറെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ വക സമ്പ്രദായങ്ങൾ ഇത് ഏത് ഇസ്ലാമാണ്? ഏത് സഹാബത്താ ഇതിനെ കൊണ്ട് നടന്നത്? അള്ളാന്റെ റസൂല് നടുക്ക് നിന്ന് ഡാൻസ് ചാടിയത്? അതല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളാവട്ടെ, ഉഹുദീങ്ങളാവട്ടെ, താബീങ്ങളാവട്ടെ, ജൂതന്മാരുടെ പാരമ്പര്യമല്ലാതെ ഇസ്ലാമിന്റെ പാരമ്പര്യമുണ്ടോ മുസ്ലിയാക്കന്മാരെ? ഇത് പാടിക്കാനും ഇത് ചാടിക്കാനും ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിക്കാനും നിങ്ങളുടെ ഉദരപൂരണത്തിനല്ലാതെ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളോട് മൗലിദാരാ ചൊല്ല ഉസ്താദ്, റാത്തീബാരാ ചൊല്ല ഉസ്താദ്, കുത്തുബിയത്താരാ ചൊല്ല ഉസ്താദ്, മാലയാരാ പാട ഉസ്താദ്, ഹദ്ദാദ് റാത്തീബാരാ ചൊല്ല ഉസ്താദ്, കുത്ത് റാത്തീബാരാ കുത്ത്, അതിന് ഉസ്താദിനെ കിട്ടൂല. 4 കാട്രായടിക്കുന്നവൻ ആവശ്യമാണ്. നിങ്ങൾ സാധാരണക്കാരെ വെറുതെ ഉച്ചക്കൊന്ന് പള്ളി പോകുമ്പോ ഉസ്താദ് കൂലിക്ക് വേണ്ടിയിട്ടിരുന്ന മൗലൂദോദ് നിങ്ങൾ ആരെങ്കിലും കണ്ടേക്കണോ? ഇതാരെങ്കിലും വിളിച്ചാൽ മാത്രം ഉണ്ടാവണ ഒരു സുന്നത്താണ്. അതിന് ചീരനും കൈമുടക്കൊക്കെ ഉണ്ടാവുമ്പോ ഇല്ലെങ്കിൽ ആലോചിച്ചൂടെ പ്രിയമുള്ളവരെ? ഇതൊക്കെ അല്ലേ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ. പിന്നെ പറഞ്ഞെന്താ, നമ്മുടെ മജ്‌ലിസുന്നൂറിന് ഇതിലൊരു കളവുകൾ ശ്രദ്ധിച്ചോട്ടോ. EK സമസ്തയോട് വളരെയധികം ശത്രുത പുലർത്തുന്ന APക്കാര്, EK അബൂബക്കർ മുസ്ലിയാരെ EKക്കാര് ആദരവോടുകൂടെ വിളിക്കാറുള്ള പേര് ശംസുൽ ഉലമ എന്ന, പണ്ഡിത സൂര്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അവരങ്ങനെയാ വിളിക്കാറുള്ളത്. നമ്മളാരും പരിഹസിക്കണ്ട. പക്ഷേ APക്കാരെ വിളിച്ച പേര് ശംസുൽ ഉലക എന്ന് വിളിച്ചവർ നിങ്ങളാണ്. പട്ടിക്കാട്ട മൂരികൾ എന്ന് വിളിച്ചവർ നിങ്ങളാണ്. ശിഹാബ് തങ്ങളെ പറ്റി ഞങ്ങളാരും മോശമായി പറയാറില്ല. കാരണം വ്യക്തിഹത്യ ഞങ്ങളുടെ ഭാഗമല്ലാത്തത് കൊണ്ടാ. ആ ശിഹാബ് തങ്ങൾ ഈജിപ്തിൽ പോയി അസ്ഹരി ബിരുദം വാങ്ങാൻ വേണ്ടി പോയപ്പോ വേശ്യാലയത്തിലെ സന്ദർശകനെന്ന് പ്രസംഗിച്ചവർ നിങ്ങളാണ്. ഈ വക കള്ളത്തരങ്ങൾ APക്കാർ EKക്കാർക്കെതിരെ പറയുമ്പോ ഈ നാട്ടിൽ വന്നിട്ടൊരു മായാജാലം നടത്തുന്നുണ്ട് നമ്മുടെ മജ്‌ലിസുന്നൂറും. അതുപോലെ തന്നെ മഹ്ലറത്തുൽ ബദരിയ മജ്‌ലിസുന്നൂറിന്റെ എതിരാളികളാണ്. മഹ്ലറത്തുൽ ബദരിയ മജ്‌ലിസുന്നൂറിനെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇവിടെ വന്ന് പറയാ നമ്മളൊക്കെ ഒന്നല്ലേ. അതിനെതിരെ മുസ്ലിയാരുടെ പൊറാട്ട് നാടകത്തിന്റെ ഡയലോഗ് കൂടെ കേട്ടോ. മഹ്ദറത്തുൽ ബദരിയയും മജ്‌ലിസുന്നൂറും കൂട്ടിവെച്ച് പറയാ, സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹ്ദറത്തുൽ ബദരിയയുടെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മൗലവിമാര് നാട്ടിൽ വന്ന് പറയുന്നതെന്താ? മഹ്ദറത്തുൽ ബദരിയയുടെ മജ്‌ലിസിൽ പങ്കെടുത്താലും ശിർക്ക, മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താലും ശിർക്ക. അതിലെന്താ ചെയ്യുന്നത്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുകയല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാഹുവിന്റെ അമ്പിയാക്കളോട്, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് റബ്ബ് നിശ്ചയിച്ച സഹായ കേന്ദ്രങ്ങളാണ് അവരെ സമീപിക്കുന്നത് ശിർക്കാണ്, പാപമാണ്, കുഫറാണ്, ഇസ്ലാമികമാണ് എന്ന് ലോകത്താരാ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താ? ഇന്നലില്ലാഹി ഖൽഖൻ, അല്ലാഹുക്ക് ചില പടപ്പുകളുണ്ട്, അല്ലാഹുക്ക് ചില പടപ്പുകളുണ്ട്. ഖലഖഹും ലിഹവായിജിൻ നാസ്, അവരെ അല്ലാഹു പടച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. യഫ്സഉൻ നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസ ഘട്ടങ്ങളിൽ ആ പടപ്പുകളെ കൊള്ള ഈ പടപ്പുകൾ അഭയം തേടിപ്പോകും. അങ്ങനെ സമീപിക്കാനുള്ള പടപ്പുകൾ അള്ളാന്റെ പടപ്പുകളിലുണ്ടെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ലോകത്താരാ പറഞ്ഞിട്ടല്ലേ? ഫാത്തിഹങ്ങളൊന്ന് ഓതി പഠിക്കട്ടോ ആദ്യം. ആ തൗഹീദിന്റെ 3 മേഖലകളിലൂടെ കടന്നു വരാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിതാ
പ്രിയമുള്ളവരെ, ആ ഫാത്തിഹയ്ക്ക് ഞങ്ങൾ നൽകുന്ന വ്യാഖ്യാനമല്ല, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിച്ചോ, സഹായം തേടുന്നുവെങ്കിൽ അതും റബ്ബിനോട് തേടിക്കോ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഇന്ന് സൗദി അറേബ്യയുടെ മദീനയിൽ പോകുമ്പോ ബഖീഇന്റെ ഖബർസ്ഥാനിലൂടെ, ഉഹുദിന്റെ രണഭൂമിയിലൂടെ, അസ്മാഉൽ ഹുസ്നയുടെ മ്യൂസിയങ്ങളിലൂടെ കാണാ, ഇവിടെയുള്ള സ്വഹാബത്തിനോടോ ഇവിടെയുള്ള ശുഹദാക്കളോടോ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. പ്രിയമുള്ളവരെ, കാക്കണേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, അതിനല്ലേ ഇവര് ആമീൻ പറഞ്ഞത്, ആ പ്രാർത്ഥനക്കല്ലേ ഇവര് ആമീൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചോ. സഖാഫിരി, നാട്ടിൽ നിങ്ങൾ വരുന്നുവെങ്കിൽ ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, അള്ളാന്റെ ഖുർആൻ ഇറങ്ങിയത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് നബിമാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഒടുവിലത്തെ പ്രവാചകൻ ഇറങ്ങിയ അവസാനത്തെ മുഹൈമിനായ അള്ളാന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു നബിയോടോ, ഏതെങ്കിലും ഒരു നബി കള്ള കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന പോലും അള്ളാന്റെ ഖുർആനിലൂടെ കൊടുത്തില്ല. മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാ. ഹദീസിലെടുത്തോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കിണിയിലൂടെ കുടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും ആരോടാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ. പ്രിയമുള്ളവരെ, ഈ മാലമൗലിദുകളോട് ഇവർക്ക് ശിർക്ക് വരുന്നു എന്ന് വെറുതെ പറയുന്നതല്ല. അല്ലാഹ്ക്ക് 99 നാമം, മുഹിയദ്ദീൻ ശൈഖിന് 99 നാമം. അല്ലാഹുവിന്റെ പ്രത്യേകത ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീനിന്റെ അവസാനത്തിൽ കാണാ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയായി. ശൈഖിന്റെ പ്രത്യേകതയോ, എന്നോടേകവൻ തന്റേകൾ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും മാതെന്നോ അവർ. പ്രിയമുള്ളവരെ, ഇങ്ങനെ അള്ളാനോട് കമ്പയർ ചെയ്യുന്ന, അള്ളാനോട് ചോദിക്കുന്നത് പോലും റബ്ബല്ലാത്തവരോട് ചോദിക്കുന്ന, ഹിദായത്തിനെ ചോദിക്കുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? ഇരുട്ടിന്റെ മറവിലൂടെ ലൈറ്റ് ഓഫ് ചെയ്ത് 1000 തവണ യാ ഔസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ, പ്രിയമുള്ളവര്, ഉമ്മത്തിന് നിങ്ങൾ കൊടുത്ത വിശ്വാസം എന്താണെന്നറിയോ? ഇരുട്ടിന്റെ മറവിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹാജരാവുന്നുണ്ട്. പണ്ടൊക്കെ അരിപ്പൊടി വരതി കാലിന്റെ അടയാളം കാണാമായിരുന്നു. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത തൃശൂർ ജില്ലയിലോ, അവിടെ ഇതാ വടക്കാഞ്ചേരിക്കടുത്ത എരുമപ്പെട്ടിയിലെ പഴവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുത്തുബിയത്തിതാ പള്ളിയിലൂടെ നടക്കുമ്പോ ആ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് വരെ പോയി ഓഫ് ചെയ്തവരാ. ഷെയ്ഖിന് വരാനുള്ള സൗകര്യം ചെയ്യാ. എവിടെയാ ഉമ്മത്ത് മുസ്ലിമിന്റെ വിശ്വാസത്തെ കൊണ്ടുപോയി വെച്ചത്? ഷെയ്ഖിന്റെ കിതാബെന്ന് വായിക്കണ്ട്, അല്ലാഹുവിന്റെ മുത്ത് റസൂലിനെ പഠിക്കണ്ടേ? ബദറിന്റെ ഊഷര മരുഭൂമിയിലോട് ജീവൻ പണയം വെച്ച് എന്തിനാ ബദരീങ്ങൾ പോരാടിയത്? എന്തിനാ അവരുടെ കൈയും കാലും കൊടുത്തത്? എന്തിനാ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ അവരുടെ ജീവൻ പോലും അർപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനങ്ങളിലോട് ഇത് തസ്തഈസൂന റബ്ബഹും, അവർ തങ്ങളുടെ റബ്ബിനോട് ഇസ്തിയാസ ചെയ്തപ്പോ ഇനി മുത്ത് റസൂലിനോട് തേടുന്നവരില്ലേ? ആരാ മുത്ത് റസൂൽ എന്ന് മറന്നുപോയോ? സൂറത്ത് ജിന്നിന്റെ 20-ാമത്തെ വചനങ്ങളിലോട് കുൽ നബി അവരോട് പറഞ്ഞു കൊടുക്ക, റസൂലേ, ഇന്നമാ അദ്ഉ റബ്ബീ
ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. ഇന്നയുടെ കൂടെ മാവന്നു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ളതിലോ മാത്രം എന്ന് അർത്ഥം കിട്ടുമെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം കണ്ടോ? അതിനു വേണ്ടിയിട്ടാ മുത്ത് റസൂൽ തായിഫിന്റെ മണ്ണിൽ കല്ലേറ് കൊണ്ടതോ, അതിനു വേണ്ടിയിട്ടാ സൽക്കാരത്തിനിടക്ക് റസൂലുള്ളാഹിനെ ചവിട്ടി താഴെയിട്ടതോ, അതിനു വേണ്ടിയിട്ടാ ബദറിലും മുഹദിലും ത്യാഗങ്ങളെ സഹിച്ചത്. ആ മുത്തുനബി ഹൃദയത്തിലുണ്ടോ? റസൂലുള്ളാഹിനെ അനുസരിച്ചോ? ആ റസൂല് പറഞ്ഞ അല്ലാഹുവിനോട് തേടിക്കോ. മുഹിയദ്ദീൻ ശൈഖിനോട് തേടുന്നവര് ആരാണ്? ശൈഖെന്ന് മറന്നു പോയില്ല. അല്ലാഹുവിനോട് തേടണേ എന്ന് പറഞ്ഞ ശൈഖ ഫത്ഹുർ റബ്ബാനി 123-ാമത്തെ പേജ് നോക്കിക്കോ. ഫുതുഹുൽ ഗൈബ് 136-ാമത്തെ പേജ് നോക്കിക്കോ. ലാ തഷ്കുവന്ന എന്ന് മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ കാറ്റിൽ പറത്തി അവരോടൊക്കെ ചോദിച്ചു. ആയിരത്തിന്റെ മറവിൽ കുറെ മതവാണിഭങ്ങൾ, മതക്കച്ചവടങ്ങൾ നടന്നു. റസൂലുള്ള പഠിപ്പിച്ച കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ഡയലോഗിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ദുൽഹജ്ജ് 9-ന് അസ്ർ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത 5-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം ഇസ്ലാം പൂർത്തീകരിച്ചു. 2.5-3 മാസങ്ങളെ കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് പൂർത്തീകരിച്ച ദീൻ ഏതുണ്ടോ ആ ദീൻ തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളും പുൽകാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയം നമുക്കിവിടെ പറയാനുണ്ട്. ഇവിടെ അദ്ദേഹം വിശദീകരിച്ചതല്ലേ. ഇവിടുത്തെ ആളുകളോട് പറഞ്ഞ് നമ്മളെ കൊന്നാൻ നാട്ടിൽ സോപ്പിടാനുള്ള പരിപാടി നടത്തിയതാണ്. നിങ്ങൾക്കറിയോ, ഈക്ക സമസ്തയെ പൊളിക്കാൻ വന്നവരാണ് ഞങ്ങളെന്ന് മുദ്രാവാക്യം വിളിച്ചവരവർ. ഇവർ ചെയ്തവർ കേരളത്തിന്റെ ISIS ആണെന്ന് പറഞ്ഞത് ഈക്ക സമസ്തയിലെ പണ്ഡിതന്മാരാണ്. നോക്ക് നിങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഫറാക്കി ഒരുപാട് തെളിവുകൾ വേണമെങ്കിൽ സ്ക്രീനിന്റെ മുമ്പിൽ കാണിക്കുക. നമ്മൾ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. 10:45 വരെ ക്ലിപ്പിട്ട് 48 ക്ലിപ്പിട്ടോ 58 ക്ലിപ്പിട്ടോ എന്ന് പറയാനൊന്നും നമ്മൾ നിൽക്കണില്ല. ഇവിടെ പറഞ്ഞ ആ വിഷയങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നു, നീ മുശ്രിക്കാണ്, നീ കാഫർ എന്ന് പറയാനല്ല. ഇന്ന തെറ്റ് അത് കുഫ്രിയത്താൻ, ഇന്ന തെറ്റ് അത് ഷിർക്കാൻ വരല്ലേ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നാ തകരും. ആഖിറത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ അവസരം കിട്ടൂല. ദുനിയാവിലേക്കെന്ന തിരിച്ചറിവ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരണം. ഇവിടുന്ന് താനൂരിന്റെ ഭാഗത്തുള്ള ഉണ്ണിയാല് മേഖലയിൽ നിങ്ങൾ വെട്ടുംകുത്തം നടത്തിയത്, അള്ളാന്റെ മിമ്പറിൽ നിങ്ങൾ പരസ്പരം തല്ലൂടി രക്തം ചൊരിപ്പിച്ചത് എത്രത്തോളം എന്നറിയും. AP-നെ ഇമാമായി നിൽക്കുമ്പോൾ തുടരാൻ പറ്റുമോ? ആ വിഷയത്തിൽ പോലും എന്താ ഇവർക്കുള്ള മറുപടി? ജസ്റ്റ് അതൊന്ന് കേട്ടോക്കെ നിങ്ങൾ. ഹുസൈൻ ചേരാമ്പ്ര. എൻ്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. അങ്ങനെ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന്. നമ്മൾ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനൊന്നുമില്ല. ഇതിവിടെ വന്നിട്ട് അവരെ കുഫറാക്കി ഇവരെ കുഫറാക്കി. ഈ കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ കാഫർ മുർത്തദുമാണെന്ന് സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ്. ആ സംഭവത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ സംവാദത്തിൽ പിടിച്ചിരുത്തി കുലുക്കുമ്പോൾ ഈ സൈക്കിൾമെന്ന് വീണ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയും ചിരിച്ചിട്ട് മൂപ്പര് നിൽക്കണേ ഒരു പിക്ചർ ഉണ്ട്. നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വാചകമാണ് ഞങ്ങളെ വ്യവസ്ഥയിൽ എഴുതിയത്. അത് നിങ്ങൾ ആ സെൽസബിയിൽ വായിച്ചു ഞാൻ അതങ്ങനെ തന്നെ അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്. ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം?
ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ ദുബായിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അയാൾ സൗദിയിലെത്തിയോ? ഇല്ല. കുഫ്രിയത്തിലേക്ക് മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ വിവരമുള്ള പണ്ഡിതനാണ് അദ്ദേഹം, മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചതല്ല. കുറെ ഇറന്ന് ചോദിച്ചു മൂപ്പര്. അപ്പൊ ഒരു സാമ്പിള് 2 കുറെ ഉണ്ട്, നമ്മളെത്ത് കുറെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതല്ല. പക്ഷെ ഇതിങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മുടെ ശത്രു മുജാഹിദാണ്, അവർക്കെതിരെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി പോരാടണം. ഇവിടെ നിന്ന് ആൾക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടിയൊക്കെ നിങ്ങൾ നിർത്താം. പ്രിയമുള്ളവരെ, ഞാൻ ഇതിന്റെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞ ആദർശപരമായി പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ പഠിക്കാം. ഞങ്ങൾ പറയണില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞതൊക്കെ എണ്ണാക്കുത്തടാതെ സ്വീകരിക്കണമെന്ന വാദമൊന്നുമില്ല. നമ്മൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, പറ്റുമെങ്കിൽ ഒരു ഉസ്താദിന്റെ കീഴിൽ തന്നെ പഠനം നടത്താം. എൻ്റെ ഖബറിൽ ഞാനേ ഉണ്ടാകൂ എന്ന ബോധ്യത്തോടുകൂടെ ആരുണ്ടാവില്ല കൈപിടിക്കാൻ. ഖബർസ്ഥാനിൽ ഒറ്റക്ക് പോയി കിടക്കേണ്ടവൻ ഞാനാണ്. അള്ളാഹിന്റെ മലക്കുകളോട് ഉത്തരം പറയേണ്ടവൻ ഞാനാണ്. നാളെ മഹ്ശറിലൂടെ വന്നു നിൽക്കുന്ന ഘട്ടങ്ങളിലൂടെ റബ്ബിഹിം യൻസിലൂൻ. 36-ാം അധ്യായത്തിന്റെ 51, 52 ആയത്തുകളിലൂടെ ആഖിറത്തിലൂടെ ഖബറുകളിൽ നിന്ന് ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, അള്ളാന്റെ വിചാരണക്ക് പഞ്ചവച്ചമടക്ക് നിൽക്കേണ്ടി വരുമ്പോ അള്ളാഹുവേ സ്വർഗമോ നരകമോ വിധിച്ചു കഴിഞ്ഞ അവിടുന്ന് നരകമാണെങ്കിൽ അല്ലാ തിരിച്ചു വരാൻ അവസരമില്ല, തിരുത്താൻ അവസരമില്ല. അതുകൊണ്ട് ഈ സമയം എനിക്കുള്ളതാണെങ്കിലോ ഈ സമയം പഠിച്ചോ, ഖൈറിന് വേണ്ടി തീരുമാനമെടുത്തോ, ഖൈറിന്റെ മാർഗത്തിലൂടെ പ്രവർത്തിച്ചോ. സൂറത്ത് യാസീനിൽ പറഞ്ഞ പോലെ, ജനങ്ങളെ, വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലു യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജറ. നബിമാരെ കളവാക്കി അധിക്ഷേപിച്ച് കല്ലെറിയാൻ നിന്നവരോട് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് ഓടിവെന്ന് പറഞ്ഞില്ലേ, ഈ ദൂതന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം എന്താണെന്നറിയോ? അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജറ. ഒരു കൂലിയും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി എൻ്റെ ഖബറെന്ന് കരുതി അധ്വാനിക്കുക, പഠിക്കുക, അമലുകളിൽ ധാരാളമായി മുൻകടക്കുക. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ നാഥ. അള്ളാഹുവെ സ്വീകരിക്കണേ നാഥ. എൻ്റെ സംസാരത്തിൽ ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുന്ന, പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ മാപ്പ് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ആദർശപരമായി കുറച്ച് ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പ്രമാണങ്ങളായതുകൊണ്ടാണ്, അള്ളാന്റെ ദീനായതുകൊണ്ടാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ മുഖം വരെ ചുവന്നിരുന്നു എന്ന് ബിദ്അത്തിനെ പറ്റി പറയുമ്പോൾ ശബ്ദമുയർന്നിരുന്നു എന്ന് ഹദീസുകളിലൂടെ കാണാം. ആ ദീനിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരൽപ്പം ഗൗരവം കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ മോശപ്പെട്ട വാക്കുകൾ വരാതിരിക്കാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അഥവാ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ മാപ്പ് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റില്ല. അള്ളാഹ്, നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ
എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആവസ്യത്തോടു കൂടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.